ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വാദ പറയുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أرأيتم ما أنزل الله لكم من رزق فجعلتم منه حراما وحلالا قل الله أذن لكم أم على الله تفترون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بالغ المداح في أوصافه فما بلغ بالغا معشار ما أوتي بما في البال بال. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, നീണ്ട ഒരു പ്രസംഗത്തിന്റെ ആവശ്യം ഇനി ഇല്ല. വളരെ ഏറെ സമയമായി നിങ്ങൾ ഒരേ ഇരുത്തം ഇരിക്കുന്നവരാണ്. അതും വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. കുറഞ്ഞ സമയം മാത്രം സംസാരിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. രാവിലെ കൂറ്റമ്പാറ ഉസ്താദ് പറഞ്ഞതുപോലെ സുബ്ഹിക്ക് തന്നെ മർക്കസിൽ എത്തണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണ് സ്റ്റേജിലും സദസ്സിലുമുള്ള പലരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ശൈഖുന മർഹൂം കുണ്ടൂർ ഉസ്താദ് നവറല്ലാഹു മർഖദഹു വളരെയേറെ താഴ്മയുള്ള ഒരൽപ്പവും ഞാൻ
എന്ന വിചാരം ഇല്ലാതെ മറ്റുള്ളവർക്കെല്ലാം ധാരാളം ഉപകാരം ചെയ്തുകൊണ്ട് ആത്മീയവും ഭൗതികമായ നിലക്ക് നാസിഹായി ജീവിച്ച ഒരു മഹാനാണ്. മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകമെമ്പാടും പ്രത്യേകം അനുസ്മരിക്കുന്ന ഈ സമയത്ത് നാം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു ഉസ്താദ് അവറുകളുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സന്താനങ്ങൾക്കും സന്താന പരമ്പരകൾക്കും നാട്ടുകാർക്കും പരിസരങ്ങളിലുള്ളവർക്കും ഉസ്താദ് അവറുകളെ സ്നേഹിക്കുന്ന എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ദുനിയാവും ആഖിറവും നമുക്കും അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. നീണ്ട പ്രസംഗം നടത്തുന്നില്ലെന്ന് പറഞ്ഞു. ഒരു പ്രസംഗത്തിന്റെ CD പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ പ്രകാശനം ചെയ്യാണ്. DVD ഇത് നാദാപുരത്ത് നടന്ന സുന്നി സമ്മേളനത്തിന്റെ ആദർശ സമ്മേളനത്തിന്റെ ഒരു DVD-യാണ്. ഇതിന്റെ തുടക്കം ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ ഉദ്ഘാടന പ്രസംഗമാണ്. ശേഷം എന്റെ ക്ലിപ്പ് സഹിതമുള്ള ഒരു പ്രസംഗമാണ്. ഇതിന്റെ പേര് സമവായം സംഘർഷം എന്നാണ്. അതിന്റെ ഇടയ്ക്ക് 2 ഫായിലുണ്ട്. അതിപ്പോ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് സമവായത്തിന്റെ ഫായിലും സംഘർഷത്തിന്റെ ഫായിലും. ഫായില് ചിലപ്പോൾ കളയൽ അനുവദനീയമാണ്, ചിലപ്പോ മഫഊലും കളയൽ അനുവദനീയമാണ് അറിയപ്പെട്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇപ്പോൾ ഇതിന്റെ പ്രകാശനം ചെയ്യാണ്. ഇത് പ്രകാശനം ചെയ്യുമ്പോൾ തന്നെ പറയാം, കുറച്ച് കോപ്പിയെ എത്തിയിട്ടുള്ളൂ. അപ്പൊ ഇത് കൊണ്ടുവരുന്ന ആൾ എന്നോട് പറഞ്ഞു, കമ്പ്യൂട്ടറിലൊക്കെ ഇത് പൂർണ്ണമായിട്ട് ശരിക്കും കിട്ടുന്നുണ്ട്. LG-ന്റെ ഒക്കെ ഇത് കേൾക്കാനുള്ള ഉപകരണങ്ങളും കേൾക്കുന്നുണ്ട്. ചില ലോക്കൽ വസ്തുക്കളിൽ ഇത് ശരിക്കും കിട്ടുന്നില്ല എന്ന് ഇത് തന്നാളി എന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് ഒന്നുകിൽ നിങ്ങളെ കമ്പ്യൂട്ടർ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ഉപകരണം വാങ്ങേണ്ടി വരും. ഇതും അല്ലെങ്കിൽ തിരിച്ചിത് കൊടുത്തിട്ട് വേറെ ഒന്ന് വാങ്ങേണ്ടി വരും. ഇത് അങ്ങനെ പറയാൻ കാരണം, ഏതെങ്കിലും ചിലപ്പോൾ ലോക്കൽ വസ്തുവിൽ ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ അതിൽ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരനാണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ പറഞ്ഞാണ്. നമുക്ക് എങ്ങനെങ്കിലും സാധനങ്ങൾ ചെലവാക്കലൊന്നും ഉദ്ദേശമില്ല. ഇത് കേൾക്കേണ്ടതും ഈ ഉറക്കൊഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യന്മാരുമല്ല. ഇത് കേൾക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചൊരു കൂട്ടരുണ്ട്. ആ കൂട്ടർക്ക് കേൾപ്പിക്കാനാണ് നിങ്ങൾ ഇത് ശ്രമിക്കേണ്ടത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ചീവരത്തന മുസ്ലിയാർക്ക് അറിയാം അതെങ്ങനെയാ പ്രസംഗം നടത്തിയത്, ആ പ്രസംഗത്തിന്റെ ഫലം എത്രയാണ് എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അയാളൊക്കെ അതിന്റെ സംഘാടകരായിരുന്നു. അതുകൊണ്ട് ഇതിവിടെ പ്രകാശനം ചെയ്യാണ്. പ്രകാശനം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മുന്നിൽ കാണുന്ന തങ്ങൾ തന്നെ ആയിക്കോട്ടെ, ഫതിൽ തങ്ങളുടെ മോനാണല്ലോ, തങ്ങൾ അസമുസ്ലിയാർക്ക് കൊടുത്തിട്ട് ആയിക്കോട്ടെ, അതിന്റെ അപ്പുറമുള്ള തങ്ങൾ അസമുസ്ലിയാരുമാണല്ലോ. ഇതാ അതിന് പൈസ ഒന്നും വേണ്ട. ഈ പ്രകാശനം ചെയ്യുന്ന ഇതിന് പൈസ ഒന്നും വേണ്ട, കൊടുത്തേച്ചാ മതി. ബിസ്മില്ലാ. തുടക്കം തങ്ങൾ കൊണ്ടായിക്കോട്ടെ. ഇനി ഒന്നും കൂടി ഉണ്ട്. സിറാത്ത് അക്കാദമി ശിലാസ്ഥാപന സുന്നി മഹാസമ്മേളനം അല്ലേ, അത് ഏതെങ്കിലും ഒരു സയ്യിദവും കൊടുക്കട്ടെ. സയ്യിദ്മാർ ഇവിടെ ധാരാളം തന്നെ. അവനൊരു സയ്യിദ് മറ്റേ സയ്യിദിനും കൊടുത്താൽ അത് അങ്ങ് നടക്കും. قل لو شاء الله ما تلوته عليكم ولا أدراكم به فقد لبثت فيكم عمرا من قبله أفلا تعقلون. സൂറത്ത് യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹീ കിട്ടിയതിൽ അത്ഭുതം പ്രകടിപ്പിച്ച ജനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് അകാന ലിന്നാസി അജബൻ, ഈ മക്കാനിവാസികളായ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിശ്വാസികളായ ജനങ്ങൾക്ക് അത്ഭുതമായി പോയോ നാം ഒരാൾക്ക് വഹി അറിയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സൂറത്ത് യൂനുസ്. ആ സൂറത്ത് യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകരാണ് എന്നതിന് തെളിവായി പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഒരായത്താണ് ഖുൽ പറയൂ നബിയെ ലൗ ശാ അല്ലാഹു മാ തലൂതുഹു അലൈക്കും വലാ അദ്റാകും ബിഹി. അവിടെ രണ്ട് നിലക്ക് ഖിറാഅത്തുണ്ട്. വലാ അദ്റാകും എന്നും ഖിറാഅത്തുണ്ട്, വലാ അദ്റാകും എന്നും ഖിറാഅത്തുണ്ട്. ഖുൽ ലൗ ശാ അല്ലാഹു മാ തലൂതുഹു അലൈക്കും പറയൂ നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മാ തലൗതുഹു അലൈക്കും ഈ ഖുർആൻ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരില്ലായിരുന്നു. ഞാൻ ഇത് ഓതിത്തരേണ്ടതില്ല എന്നാണ് അല്ലാഹുവിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ഇത് ഓതിത്തരില്ലായിരുന്നു. വല അദ്റാകും ബിഹി, ആ ഖുർആൻ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും ഞാനല്ലാത്ത മറ്റൊരാൾ മുഖേന പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അല്ലാഹു ജല്ല ജലാലുഹു എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് അവൻ ഉദ്ദേശിച്ചതുപോലെ നിശ്ചയിച്ചു. അതുകൊണ്ട് ഞാൻ ഇത് ഓതിത്തരികയാണ്, അല്ലാതെ ഞാൻ എന്റെ വകയിൽ എന്തെങ്കിലും പറയുന്നത് അല്ല. അല്ലെങ്കിൽ ഖുൽ ലൗ ശാ അല്ലാഹു മാ തലൗതുഹു അലൈക്കും വലാ അദ്റാകും ബിഹി, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഓതിത്തരികയും ഇല്ല, നിങ്ങളെ അല്ലാഹു പഠിപ്പിക്കുകയും ഇല്ല. പക്ഷേ നിങ്ങൾക്ക് അല്ലാഹു വിവരം തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അത് ഞാൻ മുഖേനയാകാൻ അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഖുർആൻ ഓതിത്തരികയാണ്, എന്റെ വകയിൽ അല്ലേ അല്ല. എന്താണ് ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. ഞാൻ നിങ്ങളിൽ 40 വർഷത്തോളം ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാൻ ഒരു വലിയ പ്രായം, എന്റെ യൗവന്യം മുഴുവനും 40 വയസ്സുവരെ ഞാൻ നിങ്ങളിൽ ജീവിച്ചിരുന്നിട്ടുണ്ടല്ലോ. ആ ജീവിച്ചിരുന്ന കാലം നിങ്ങൾക്ക് ഈ ഖുർആൻ ഓതിത്തരുന്നതിന് മുമ്പാണ്. അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? ഇസ്ലാം ബൗദ്ധികമായ മതമാണ്, ബുദ്ധിയുടെ താൽപര്യമാണ്. ഇസ്ലാം എന്നത് ബുദ്ധിയുള്ളവനെ അംഗീകരിക്കാനുള്ള മതമാണ്. ഒരിക്കലും തന്നെ ബുദ്ധിക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്ത മതമാണ് ഇസ്ലാം. ഏത് നല്ല ബുദ്ധിയും ഏത് കൂർമ്മബുദ്ധിയും പരിശുദ്ധ ഇസ്ലാമിനെ അംഗീകരിക്കേണ്ടി വരും. ആ ഇസ്ലാം ഇവിടെ പ്രബോധനം ചെയ്ത ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കേണ്ടി വരും. അഫലാ തഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? സുഹൃത്തുക്കളെ, നേരത്തെ ഇവിടെ എന്റെ സ്നേഹിതൻ കൂറ്റമ്പാറ പ്രസംഗിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40 വയസ്സിന് മുമ്പ് അവിടുത്തെ ജന്മസമയത്തുള്ള അത്ഭുതങ്ങൾ, അവിടുത്തെ തുടക്കം മുതലെയുള്ള വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയല്ലോ. എന്തുകൊണ്ടാണ് എല്ലാ മൗലിദ് കിതാബുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തെക്കുറിച്ച് പറയുമ്പോ അവിടുത്തെ 40 കൊല്ലത്തിന് മുമ്പുള്ള പ്രസവ സമയത്തുള്ള ജീവിതം, പ്രസവ സമയത്തുള്ള അത്ഭുതം, അതിനു മുമ്പ് മാതാവിന് വയറ്റിൽ അവിടുന്ന് കിടക്കുമ്പോഴുണ്ടായിരുന്ന അനുഭവം, അതിനു മുമ്പ് അതാ അവിടെ രാജ്യത്തുണ്ടായ അനുഭവങ്ങൾ, ശേഷം നുബുവത്ത് ലഭിച്ച് ജനങ്ങളിലേക്ക് സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നതിനുള്ള സംഭവങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
നബിയാണ്, റസൂലാണ് എന്നതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തം അല്ലാഹു തആല ഖുർആനിൽ പറയുമ്പോൾ അതിൽ പ്രത്യേകം എടുത്തു പറയുന്ന വിഷയം ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. 40 വയസ്സിന് മുമ്പുള്ള ജീവിതം ആണ്. ആ ജീവിതം കണ്ടതുകൊണ്ടാണ് വഹീ കിട്ടിയ ഉടനെ ഗാർ ഹിറയിൽ നിന്ന് നേരെ വന്ന് സയ്യിദത്തുന ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് വന്ന് ആ സംഭവം വിവരിച്ചപ്പോൾ ഒന്നാമതായി ആ മഹദി ഇസ്ലാം മതം സ്വീകരിക്കുന്നു, നബി തങ്ങളുടെ വഹീനെ അംഗീകരിക്കുന്നു. എന്താണ് കാരണം? നിങ്ങൾ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ നബുവത്ത് കിട്ടിയതിന് ശേഷം കുറെ മുഅ്ജിസത്തുകൾ കണ്ടുകൊണ്ട് അല്ല. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ സിഹർ ചെയ്ത് മത്സരിക്കാൻ വേണ്ടി വന്ന ആളുകൾ അവരുടെ സിഹർ പരാജയപ്പെട്ടപ്പോൾ ഖാല മൂസ മാ ജീതും ബിഹി സിഹർ ഇന്നല്ലാഹ സയുബ്തിലുഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കാര്യം ഖാല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. നിങ്ങൾ കൊണ്ടുവന്ന ഈ അത്ഭുതങ്ങൾ മുഴുവനും സിഹറാണ്. പാമ്പ്, അതേ, കയറും വടിയൊക്കെ പാമ്പായിട്ട് ഇങ്ങനെ തോന്നുന്നു. അതൊക്കെ സിഹറാണ്, അത്ഭുതം തന്നെ, പക്ഷെ സിഹറാണ്. ഇതിന് നിലനിൽപ്പില്ല. ഇത് അല്ലാഹു തആല നിഷ്ഫലമാക്കും എന്ന് മൂസാ നബി അലൈഹി സ്വലാം പ്രഖ്യാപിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തിന്റെ വടി അങ്ങിട്ടപ്പോൾ എല്ലാ സിഹറും ബാത്തിലായി പോയി. മുഴുവനും ആ വടി പാമ്പായിട്ട് പിടിച്ചു വിഴുങ്ങി. എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. അത് കണ്ടപ്പോൾ ആമന്നാ ബിറബ്ബി മൂസാ വഹാറൂൻ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മുഅ്ജിസത്ത് കണ്ടപ്പോൾ മത്സരിക്കാൻ വന്നവരെല്ലാം പ്രഖ്യാപിച്ചുപോയി. ഇത് വലിയ മുഅ്ജിസത്ത് കണ്ടിട്ടാണ്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീ കിട്ടിയ വിവരം പറഞ്ഞപ്പോൾ പ്രത്യേകം ഒരു മുഅ്ജിസത്തും അതിന്റെ ശേഷം കണ്ടുകൊണ്ടല്ല, വന്നുകൊണ്ട് സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പെട്ടു മൂടണേ എന്ന് പറഞ്ഞപ്പോൾ പേടിയാവുന്നു. എന്തിന്? വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തത്. വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അമാനത്താണ്. അമാനത്ത് ഏറ്റെടുത്താൽ ഭയം ഉണ്ടാകും, സ്വാഭാവികമാണ്. തൗഹീദിനെ സംബന്ധിച്ചൊരു പ്രസംഗം നടത്തണം എന്ന് എന്നോട് SYSന്റെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടു. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിച്ചു തരാം എന്ന് ഏറ്റു. ഇന്നല്ല കേട്ടോ, മുമ്പുള്ള ഒരു സംഭവം പറയാം. ഏറ്റു. അങ്ങനെ പിടിക്കാൻ വേണ്ടി ക്യാമറയൊക്കെ കൊണ്ടുവന്നു. പക്ഷേ അന്ന് SYSന്റെ സ്റ്റേറ്റ് കൗൺസിൽ ആയിരുന്നു. ആ കൗൺസിലിൽ വെച്ച് ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, എന്നെ അതിന്റെ സെക്രട്ടറിയായി പ്രഖ്യാപിച്ചു. എനിക്ക് അതുകൊണ്ട് മനസ്സ് പേടിച്ച് വിറച്ച് അന്ന് രാത്രി എനിക്ക് പ്രസംഗിക്കാൻ സാധിച്ചില്ല. അന്ന് ഞാൻ എങ്ങനെയെല്ലാമോ പ്രസംഗിച്ചു. പക്ഷേ ആ CD ഇറക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇറക്കാൻ പറ്റാതായി. കാരണം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ, അമാനത്ത് ഏറ്റെടുത്താൽ, ആത്മാർത്ഥത ഖൽബിലുണ്ടെങ്കിൽ അവന് വലിയ ഭയം ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു
ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا قال الله عز وجل പഴയ കാലത്ത് വഅലിന്റെ അടുക്കൊക്കെ ഇങ്ങനെ പറയുകയാണ് ഖാല അല്ലാഹു അസ്സ വജൽ. അപ്പൊ എല്ലാവരും സുബ്ഹാനഹു വതആല ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു പരിശുദ്ധനാണ്, അവൻ ഉന്നതനാണ്, അവനല്ലാതെ ഇലാഹില്ല എന്നിങ്ങനെ തസ്ബീഹും തഹ്ലീലും ചൊല്ലും. പിൽക്കാലത്ത് അത് എടുക്കപ്പെട്ടുപോയി. അതിന് മാത്രം വഅൽ ഫലം കുറഞ്ഞു പോയി. അസ്സ വജല്ല എന്ന് പറഞ്ഞാൽ അതും ഒരു തസ്ബീഹാണ്. അല്ലാഹു തആല ഉന്നതനാണ്, വജല്ല അവൻ വലിയ മഹത്വമുള്ളവനാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ സദസ്സ് മുഴുവനും അല്ലാഹുവിനെ പുകഴ്ത്തി തസ്ബീഹ് ചൊല്ലുന്നു. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ ആയത്തിലും അല്ലാഹു പറഞ്ഞത് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ച് യാതൊരു വളവും വക്രതയും ഇല്ലാത്ത നേർക്കുനേരെയുള്ള ഗ്രന്ഥം ഖയ്യിമ, ഏത് മനുഷ്യരെയും നേരെ ജീവിപ്പിക്കാൻ ആവശ്യമായ ഒരു വളവുമില്ലാതെ സർവ മനുഷ്യരെയും സംസ്കരിച്ച് ക്രമീകരിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം ഇറക്കിക്കൊടുത്തുകൊണ്ട് لينذر الذين قالوا اتخذ الله ولدا, പടച്ച റബ്ബിന് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ച് ആരോപണം പറയുന്ന ഏതെല്ലാം അവിശ്വാസികളുണ്ടോ, ഏതെല്ലാം മുശ്രിക്കീങ്ങളുണ്ടോ, ഏതെല്ലാം റബ്ബിനെ കുറിച്ച് ആരോപണം പറയുന്നവരുണ്ടോ അവർക്ക് താക്കീത് ചെയ്യാനും അതുപോലെ വിശ്വസിക്കേണ്ടതൊക്കെ വിശ്വസിക്കുന്ന, പ്രവർത്തിക്കേണ്ടതൊക്കെ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് അതാ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കാനും അങ്ങനെ മനുഷ്യരെ സംസ്കരിക്കാനാണ് നബിയെ തങ്ങൾക്ക് ഈ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കാനാണ് നബി തങ്ങളെ അയച്ചിട്ടുള്ളത്. അത് ചെറിയ ഉത്തരവാദിത്തമല്ല. ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത കാരണത്താൽ വിറച്ചുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മിനൂനി, പുതപ്പിട്ട് മൂടണേ എന്നാവശ്യപ്പെടുമ്പോ ഭയപ്പെടണ്ട, കല്ലാ ലാ യുഖ്സീകല്ലാഹു അബദാ. ഓ നബിയെ, അല്ലാഹു അങ്ങേ കൈയൊഴിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളിൽ നിന്ന് ആദ്യമായി വിശ്വസിക്കുന്നത് മഹദിയായ ഖദീജത്തുൽ കുബ്രാ. എന്തായിരുന്നു ഖദീജ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് നബി തങ്ങൾ പ്രവർത്തന രംഗത്ത് വിജയിക്കുമെന്നതിന് എന്തായിരുന്നു തെളിവ്? മുഅ്ജിസത്തായി കാണിച്ചു കൊടുത്ത വിഷയമല്ല, അവിടുത്തെ ഇസ്തിഖാമത്താണ്. അവിടുത്തെ ഇസ്തിഖാമത്താണ് സർവ ഔലിയാക്കളുടെ സർവ കറാമത്തുകളിലും ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്. ഇസ്തിഖാമത്ത് 40 കൊല്ലം അവിടുന്ന് ജീവിച്ചപ്പോൾ മുസ്തഖീമായ വഴിയിൽ പലരും വിഗ്രഹാരാധന നടത്തുന്നു. അവിടുന്ന് ആ ഭാഗം തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടുത്തെ ബുദ്ധി അത് അംഗീകരിച്ചിട്ടില്ല. അവിടുന്ന് അങ്ങോട്ട് പലരും മദ്യപിക്കുന്നു. അവിടുന്ന് ഒരു ചെറിയ ഉറ്റുപോലും രുചിച്ചു നോക്കിയിട്ടില്ല. പലരും വ്യഭിചാരത്തിന് പോകുന്നു. ഒരന്യപെണ്ണിന്റെ മുഖത്ത് പോലും അവിടുന്ന് മനഃപൂർവ്വം നോക്കിയിട്ടില്ല. പലരും വഞ്ചന നടത്തുന്നു. അവിടുത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആരോപണം എതിരാളി പോലും പറഞ്ഞിട്ടില്ല. പലരും കള്ളം പറയുന്നു. അവിടുന്ന് കള്ളം പറയുമെന്നൊരു
തോന്നൽ ഇസ്ലാമിന്റെ വിരോധികൾക്ക് ജീവിതത്തിൽ തോന്നിയിട്ടില്ല. അതുകൊണ്ടല്ലേ ഇസ്ലാമിന്റെ കഠിന വിരോധിയായിരുന്ന കാലത്ത് അബൂ സുഫിയാൻ ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയണം, പിന്നെ ഇസ്ലാമിൽ വന്നിട്ടുണ്ട്. ആ മഹാനായ അബൂ സുഫിയാൻ കഠിന ശത്രുവായിരുന്ന കാലത്ത് പോലും هل كنتم تتهمونه بالكذب قبل أن يقول ما قال. ഞാൻ നബിയാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കളവ് പറയുമെന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നോ എന്ന് ഹിറഖൽ രാജാവ് ചോദിച്ചപ്പോ, ലാ, ജീവിതത്തിൽ ഒരു കളവ് പറയുമെന്ന് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല എന്നല്ലേ അബൂ സുഫിയാൻ മറുപടി പറഞ്ഞത്. അദ്ദേഹം ചതിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഇന്ന് വരെ ചതിച്ചിട്ടില്ലെന്നല്ലേ അബൂ സുഫിയാൻ മറുപടി പറഞ്ഞത്. അങ്ങനെ എതിരാളികൾക്ക് പോലും സുസമ്മതനാണ്. എതിരാളികൾക്ക് പോലും ഒരു ചെറിയ ന്യൂനത 40 വർഷത്തെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിക്കാനില്ല, ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. നബൂവത്ത് ലഭിച്ച് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് വിളിച്ചപ്പോ ആ സമയത്ത് കഠിനമായ എതിർപ്പുമായി കല്ലേറുമായി വന്നവരുണ്ട്, ചീത്ത പറയാൻ വന്നവരുണ്ട്, അതാ കൊന്നുകളയാൻ വന്നവരുണ്ട്, നാടുകടത്താൻ വന്നവരുണ്ട്. അങ്ങനെ പലരുമുണ്ട്. പക്ഷേ ഒരൊറ്റ മനുഷ്യനും ഈ 40 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഇന്ന ഒരു തെറ്റ് ചെയ്ത വ്യക്തിയാണെന്ന് ഒരാരോപണം പറഞ്ഞതായി ഒരാളെ ചരിത്രത്തിലുമില്ലല്ലോ. 40 കൊല്ലത്തെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത സംഭവിച്ചില്ല. ആ നിലക്ക് ജീവിച്ച മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ ജീവിതം കണ്ടതുകൊണ്ട് തന്നെ കല്ലാ ലാ യുഖ്സീകല്ലാഹു അബദാ, അങ്ങേ അല്ലാഹ് കൈയൊഴിക്കൂല നബിയേ, ഭയപ്പെടേണ്ടതില്ല നബിയേ. ഇന്നക ലതസിലുർ റഹ്മ, തങ്ങൾ നിശ്ചയം കുടുംബബന്ധം ചേർക്കുന്ന വ്യക്തിയാണ്, കുടുംബബന്ധം മുറിക്കുന്ന വ്യക്തിയല്ല. വതസ്ദുഖുൽ ഹദീസ്, സത്യം മാത്രം പറയുന്ന വ്യക്തിയാണ്, കള്ളം പറയുന്ന വ്യക്തിയല്ല. വതക്സിബുൽ മഅദൂം, കുണ്ടൂർ ഉസ്താദിനെ ഓർമ്മയില്ലേ? പാവപ്പെട്ട ഒരാള് വന്ന് പറഞ്ഞാൽ ആ ഇരുത്തത്തിൽ തന്നെ കഴിയുമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രശ്നം എങ്ങനെയെങ്കിലും അധ്വാനിച്ച് സംഘടിപ്പിച്ചു കൊടുത്ത് പരിഹരിക്കാൻ അവിടുന്ന് പരിശ്രമിച്ചില്ലേ? തക്സിബുൽ മഅദൂം, ഇല്ലാത്തവർക്കുണ്ടാക്കി കൊടുക്കുന്ന ആളാണ് നബിയെ തങ്ങൾ. പിന്നെയോ അതേവ തഹ്മിലുൽ കല്ല, വലിയ വലിയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ആളാണ് നബിയെ തങ്ങൾ. ആ പ്രശ്നം ഏറ്റെടുത്ത് അവിടുന്ന് പരിഹരിക്കലാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? വലിയ പ്രശ്നം കഅബ ശരീഫിന്റെ മൂലയിൽ ഹജറുൽ അസ്വദ് എന്ന കല്ല് ആര് വെക്കണം? ആ പ്രശ്നം പരിഹരിച്ചത് ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. എത്ര ഭംഗിയായിട്ടാണ് പരിഹരിച്ചത്. അങ്ങനെ ഏത് വിഷയവും എന്തിനധികം പറയണം? വതുഈനു അലാ നവായിബിൽ ഹഖ്, ഹഖിനെതിരായി എന്ത് മുസീബത്താണോ വരുന്നത്, സത്യത്തിനെതിരായി ഏത് നീക്കമാണോ വരുന്നത്, സംഘടിതമാകട്ടെ ഒറ്റപ്പെട്ടതാകട്ടെ, പണം മുഖേനയാകട്ടെ, സ്വാധീനം മുഖേനയാകട്ടെ, ദുഷ്പ്രചരണം മുഖേനയാകട്ടെ,
എങ്ങനെയാണെങ്കിലും ശരി സത്യത്തിനെതിരെ ഏത് മുസീബത്ത് വന്നാലും വതുഈനു അലാ നവായിബിൽ ഹഖ്, ഹഖിനെതിരായി വരുന്ന ഏത് ഭീഷണികളെയും തരണം ചെയ്യാൻ അവിടുത്തെ സഹകരണം, അവിടുത്തെ സഹായം, അവിടുത്തെ പ്രവർത്തനമുണ്ടല്ലോ നബിയേ. അല്ലാഹു അങ്ങേ പരാജയപ്പെടുത്തൂല. 25ാമത്തെ കൊല്ലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുള്ള ഈ മഹദിയെ വിവാഹം കഴിക്കുന്നത്. 40 വയസ്സുള്ള സ്ത്രീയെ 25ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കും. കാരണം അവിടുത്തെ ജീവിതം ഇവിടെ കാമവികാരം തീർക്കാൻ വേണ്ടിയുള്ള ജീവിതം അല്ല, മറിച്ച് സമൂഹത്തിന് വേണ്ടിയുള്ള ജീവിതമാണ്. അതിനാൽ അവിടെ വിവാഹം കഴിക്കപ്പെടുന്ന സ്ത്രീയുടെ പ്രായം 40 എന്നതല്ല ചിന്തിച്ചത്, മറിച്ച് സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ ഈ സ്ത്രീയുടെ സാമ്പത്തികമായ സഹകരണവും സ്വാധീനവും ഈ സ്ത്രീക്കുള്ള കുലീനതയും എല്ലാം എനിക്ക് അല്ലാഹു ഏൽപ്പിക്കുന്ന ദൗത്യ നിർവഹണത്തിന് സഹായകമായി തീരണം എന്നാണ് ചിന്തിച്ചത്. അല്ലാതെ 25 വയസ്സുള്ള അത്രയും സൗന്ദര്യമുള്ള വേറൊരു വ്യക്തി മക്കയിലെന്നല്ല ലോകത്തിന് വരെ ജനിച്ചിട്ടില്ല. തറവാട്ടിന് ഒരു കുറവും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സിനോട് അനുയോജ്യമായ, ഭൗതികമായ നിലക്കുള്ള അനുയോജ്യമായ ചെറിയ പെൺകുട്ടികളെ കിട്ടാത്തതുകൊണ്ടല്ല, മറിച്ച് ഈ സ്ത്രീയുടെ വിവാഹവും ഞാൻ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുമ്പോൾ ഞാൻ ഇന്ന് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഈ ആശയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ സഹായകമാകണം എന്ന നിലക്ക് 40 വയസ്സുള്ള പെണ്ണിനെ 25 വയസ്സുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. ഇപ്പോൾ ചില ഇതര മത പണ്ഡിതന്മാർ, ചില ക്രിസ്ത്യാനികളുടെ പുരോഹിതന്മാർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിച്ചുകൊണ്ട് പുസ്തകം എഴുതുന്നു. മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾക്ക് കോടിക്കണക്കിന് ഉറുപ്പികൾ കൊടുത്ത് അവർ മതത്തിൽ നിന്ന് അവരെ ഇസ്ലാം മതത്തിൽ നിന്ന് രാജിവെപ്പിച്ച് ദുനിയാവിന് വേണ്ടി അവർ ക്രിസ്ത്യാനികൾ ആകുന്നു. എന്നിട്ട് അവരുടെ മുസ്ലിം പേരിൽ പുസ്തകങ്ങൾ ഇറക്കുന്നു. എന്നിട്ട് അത് നമ്മുടെ മുസ്ലിം ജനങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു വലിയ മുസീബത്ത് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, അല്ലാഹുവിന്റെ ദീനിൽ നമ്മൾ ഉറച്ച വിശ്വാസമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസമുള്ള നമ്മൾ അത്തരത്തിലുള്ള ഒരു ക്രിസ്ത്യാനിയുടെയും പുസ്തകം വായിക്കാൻ പാടില്ല. അത് കടുത്ത തെറ്റാണ്, കടുത്ത ഹറാമാണ്. അത് നമ്മൾ ഈമാൻ കൊണ്ട് പന്താടലാണ് എന്ന് ഞാൻ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതര മതസ്ഥരുടെ ഗ്രന്ഥം വായിച്ചപ്പോൾ ശക്തമായ രോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഈമാനിന് ഒരു കേടും സംഭവിക്കുകയില്ലെന്ന് നന്നായി അറിയുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആമന്തു അന വ അബൂബക്കറിൻ വ ഉമർ, നിങ്ങൾ ആരും വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് ഈമാനുണ്ട്, അബൂബക്കറിന് ഈമാനുണ്ട്, ഉമറിന് ഈമാനുണ്ട് എന്ന് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ എന്ന് ഗൗസുൽ ആദം തങ്ങൾ പറഞ്ഞെങ്കിൽ ആ ഗൗസുൽ ആദം തങ്ങളുടെ ഉപ്പാപ്പയായ സർവ്വ ആലിമീങ്ങളുടെയും ഗുരുവര്യരായ നബിതങ്ങൾക്ക് മനസ്സിലുള്ളതറിയൽ ഒരു പ്രശ്നമാണോ? അബൂബക്കറിന് ഈമാനുണ്ട്, ഉമറിന് ഈമാനുണ്ട്. പശു സംസാരിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ പശു സംസാരിച്ചോ എന്ന്, പശു സംസാരിക്കുമോ എന്ന്
കൂട്ടത്തിൽ ഒരാൾ സംശയം ചോദിച്ചപ്പോ അവിടുന്നതാ മനസ്സിലുള്ള ഈമാൻ നോക്കി പറയുന്നു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബിന് ഈമാനുണ്ടെന്ന് നേരത്തെ പ്രഖ്യാപിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി ഉഹുദ് പർവ്വതത്തിന്റെ മേലെ നിൽക്കുമ്പോ പർവ്വതം ഒന്ന് കുലുങ്ങിയപ്പോ ഉസ്കുൻ യാ ഉഹുദ്, ഉഹുദേ അടങ്ങിക്കോ, ഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാനി, നിന്റെ മേലെയുള്ളതൊന്ന് നബിയാണ്, ഒന്ന് സിദ്ദീഖാണ്, രണ്ട് ശുഹദാക്കളാണ്. അതേ വഫാത്താകുന്ന സമയത്ത് ശത്രുവിന്റെ കുത്തുകൊണ്ട് മരിക്കുന്ന ഷഹീദാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അതുപോലെ തന്നെ തീവ്രവാദിയുടെ വെട്ടുകൊണ്ട് മരിക്കുന്ന ഷഹീദാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഈ രണ്ട് ഗൈബിയായ മറഞ്ഞ കാര്യങ്ങളും നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് ആ പർവ്വതത്തോട് പറഞ്ഞില്ലേ, നിന്റെ മേലെയുള്ളതൊന്ന് ഞാൻ നബിയാണ്, ഒന്ന് സിദ്ദീഖാണ്, രണ്ടാള് ഷഹീദായി മരിക്കുന്ന മഹാന്മാരാണ്. ഈ നിലയ്ക്ക് ഷഹീദായി മരിക്കുമെന്ന് നേരത്തെ തന്നെ നബിതങ്ങൾ പ്രഖ്യാപിച്ചതല്ലേ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വിശ്വാസത്തിന് ഒരു പകർച്ചയും വരില്ലെന്ന ഉറപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വ്യക്തമായി ഉണ്ടായിട്ട് പോലും സുഹൃത്തുക്കളെ, അതാ പൂർവകാല ഗ്രന്ഥം എടുത്ത് വായിച്ചപ്പോൾ ആ ഗ്രന്ഥം ഒറിജിനൽ തൗറാത്തല്ല, ഒറിജിനൽ ഇഞ്ചീലല്ല, കൈകടത്തലുകൾ നടന്നുപോയ പുസ്തകങ്ങളാണ്. അത് വായിച്ചപ്പോൾ, പുതിയ നിയമം വായിച്ചപ്പോൾ, പഴയ നിയമം വായിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് വളരെയേറെ രോഷം പ്രകടിപ്പിച്ച് മുഖം വിവർണമായില്ലേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മനസ്സറിഞ്ഞ് തൗബ ചെയ്ത് മുട്ടുകുത്തിയിരുന്നില്ലേ. റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ പ്രഖ്യാപിച്ചപ്പോഴല്ലേ കോപം ശമിച്ചത്. കോപം ശമിച്ചത് എന്തുകൊണ്ട്? നമ്മളെ പഠിപ്പിക്കാനാണ്. മറ്റ് മതക്കാരുടെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിക്കുന്നത് പോലും എനിക്ക് പൊരുത്തമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടേണ്ടവർ അത്തരം മുസ്ലിം നാമധാരികളായ ക്രിസ്ത്യാനി അച്ഛന്മാരുടെ ഒരൊറ്റ പുസ്തകവും വായിക്കാൻ പാടില്ല എന്ന് ഞാൻ പ്രത്യേകമായി പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആനെ വിമർശിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ദിക്കാൻ പുസ്തകങ്ങൾ ഇറക്കുന്നവര്. ഞാനിപ്പോൾ അടുത്ത് എന്റെ ഒരു മകൻ തന്നെ എനിക്ക് അങ്ങനത്തെ കുറെ പുസ്തകങ്ങൾ എടുത്ത് കാണിച്ചു തന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ ഈ ക്രിസ്ത്യാനി അച്ഛന്മാരെ ഈ രൂപത്തിൽ നമ്മുടെ മതത്തെ ഇൻസൾട്ടാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ദിക്കാനും പ്രേരിപ്പിച്ചത് ആരാണ്? അതിവിടെയുള്ള പുത്തൻവാദികളാണ്. ഞാൻ വെറുതെ ആരോപണം പറയുന്നതല്ല. ഒരു വിവരവും ഇല്ലാതെ സ്നേഹസംവാദം എന്ന പേരിൽ കുറെ സംവാദങ്ങൾ സംഘടിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ പുത്തനാശയക്കാർ ഇൻസൾട്ടാക്കി സംസാരിച്ചു. അതിന്റെ ഒരു ഭാഗമാണ് ഒരു സംവാദത്തിൽ ഒരു മുജാഹിദ് മൗലവി പറഞ്ഞു, 40 വയസ്സുവരെ ഒരു സാധാരണ അറബി പയ്യനായിരുന്നു മുഹമ്മദ് നബി എന്ന് പറഞ്ഞു. ഈ പറഞ്ഞവൻ എന്ത് പയ്യനാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പരിശുദ്ധ ഖുർആൻ അവനറിയില്ല, അവന്റെ ആൾക്കാർക്കും അറിയില്ല. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ നബിയാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവായി സൂറത്ത് യൂനുസിൽ പഠിപ്പിക്കുന്നത് തന്നെ ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി. ഈ വഹീ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങിയുള്ള വഹീ കിട്ടുന്നതിന് മുമ്പ്
ഞാൻ നിങ്ങളിൽ ജീവിച്ച ജീവിതം അതൊരു സാധാരണ അറബി പയ്യന്റെ ജീവിതം അല്ല, നിങ്ങളിൽ ഒരാളെപ്പോലെയും അല്ല. എന്റെ മുൻകാല ജീവിതം നിങ്ങൾക്കറിയില്ലേ? അതാണ് ഞാൻ നബിയാണെന്നതിന്റെ തെളിവ്. ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, ചിന്തിക്കുന്നില്ലേ? ചിന്താശക്തിയുള്ളവരുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുന്നത് ആ 40 വർഷത്തെ ജീവിതമാണ്. പ്രസവം തന്നെ അത്ഭുതമാണ്, ഗർഭണമുണ്ടായ സമയത്ത് അത്ഭുതമാണ്, അതിനു മുമ്പും അത്ഭുതങ്ങളാണ്, ശേഷവും അത്ഭുതങ്ങളാണ്. അതേ മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറതി ഇലൽ അർഹാമിസ് സകിയത്തി ത്വാഹിറ ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്തു. അല്ലേ, അതാ പൂർവകാലത്തുള്ള പിതാക്കൾ മഹാന്മാരാണ്, മാതാക്കൾ മഹതികളാണ്. അവിടെ നിങ്ങോട്ട് എല്ലാ സ്ഥലങ്ങളിലും സംശുദ്ധിയും അത്ഭുതവും തന്നെ. എന്തിനധികം പറയണം? കുട്ടിക്കാലത്ത് കാർമേഘം തണലിടുന്നു, കുട്ടിക്കാലത്ത് കല്ലുകൾ സലാം പറയുന്നു, കുട്ടിക്കാലത്ത് ഒട്ടകം ബഹുമാനിക്കുന്നു. അങ്ങനെ തുടങ്ങി കുട്ടിക്കാലത്ത് തന്നെ അത്ഭുതങ്ങൾ. എത്രയെത്ര ഹദീസുകളാണുള്ളത്, എത്രയെത്ര സംഭവങ്ങളാണുള്ളത്. അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നില്ല, കുട്ടിയാണ്. കാണാതെയായപ്പോൾ അബ്ദുൽ മുത്തലിബ് കഅബത്തിന്റെ സമീപത്ത് എന്ന് യാ റബ്ബി റുദ്ദാ വലദി മുഹമ്മദാ ഉർദുദുഹു റബ്ബി വസ്തനി ഇന്ദി യദാ. കഅബയുടെ സമീപത്ത് വെച്ച് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കുട്ടിയെ. അബൂജഹൽ അതാ ഒട്ടകത്തിന്റെ മുൻഭാഗത്ത് വെച്ച് കുട്ടിയെ കൊണ്ടുവരുന്നു. കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പറയുന്നു, അബ്ദുൽ മുത്തലിബേ, നിങ്ങളുടെ ഈ കുട്ടി സാധാരണ കുട്ടിയല്ല. സുബ്ഹാനല്ലാഹ്, 981 ഡിസംബറിലെ പ്രബോധനവും അതുപോലെ തന്നെ ശബാബ് വാരിക മുജാഹിദ് പൊട്ടിപ്പൊളിയുന്നതിന് മുമ്പ് ശബാബിൽ ഡോക്ടർ ഉസ്മാനും അതുപോലെ തന്നെ തേജസ് പത്രത്തിൽ അബ്ദുള്ള മൗലവിയും അങ്ങനെ എല്ലാ പുത്തൻവാദികളെ പത്രങ്ങളും എല്ലാ പുത്തൻവാദികളും ഒരു കേവല സാധാരണ മനുഷ്യനെന്ന് ഹബീബായ നബിതങ്ങളെ പരിചയപ്പെടുത്തിയെങ്കിൽ അബൂജഹൽ വരെ പറയുന്നു ഇതൊരു സാധാരണ കുട്ടിയല്ല. അബ്ദുൽ മുത്തലിബിനോട് പറയുന്നു ഇതൊരു സാധാരണ കുട്ടിയല്ല. ഈ കുട്ടി വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ നിങ്ങൾക്ക് എടുത്തുകൊണ്ടുവന്ന് തരാൻ വേണ്ടി കുട്ടിയെ എടുത്തെന്റെ ഒട്ടകപ്പുറത്ത് പിന്നിൽ കയറ്റിയപ്പോൾ ഒട്ടകം ഒരിഞ്ച് നീങ്ങുന്നില്ല. കുട്ടിയെ ഞാനെടുത്തെന്റെ മുമ്പിലിരുത്തിയപ്പോ ഒട്ടകം വളരെ സ്പീഡിൽ നടക്കുകയാണ്. ഈ ഒട്ടകത്തിനറിയാം ഈ ഹംക്കിന്റെ പിന്നിലിരിക്കേണ്ട കുട്ടിയല്ല, ഇത് മുന്നിലിരിക്കേണ്ട കുട്ടിയാണ്. ആ നിലയ്ക്ക് കുട്ടിക്കാലത്ത് തന്നെ ഒട്ടകം ബഹുമാനിക്കുന്നു, കല്ലുകൾ സലാം പറയുന്നു. അങ്ങനെ അത്ഭുതങ്ങൾ, തീരാത്ത അത്ഭുതങ്ങൾ. അതിന്റെ പുറമേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ന്യൂനതയുമില്ല, ഒരു വാക്കും ലംഘിച്ചിട്ടില്ല, പറഞ്ഞതൊന്നും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല, കളവ് വന്നിട്ടില്ല. ഒരു ന്യൂനതയുമില്ലാതെ ജീവിച്ചതുകൊണ്ട് തന്നെ, അത്ഭുതങ്ങളായി വന്നതുകൊണ്ട് തന്നെ അത്ഭുതപ്പെട്ടുപോയി മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസല്ലേ,
ബുഖാരിയിലുള്ളതല്ലേ? കഅബ ശരീഫിന്റെ നിർമ്മാണം നടക്കുന്നു. എല്ലാവരും തുണിയഴിച്ചിട്ട് കല്ലിന്റെ ചുമല് വേദനിക്കാതിരിക്കാൻ വേണ്ടി വെക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സായിട്ടില്ല, ചെറുപ്പകാലമാണ്. കല്ലെടുത്ത് കൊണ്ടുപോകുമ്പോ അവിടത്തെ ചുമല് വേദനിക്കാതിരിക്കാൻ തുണിയഴിച്ചിട്ട് കല്ലിന്റെ ചുവട് വെക്കാൻ വേണ്ടി അബ്ബാസ് റളിയല്ലാഹു അൻഹു പിതൃ സഹോദരൻ നിർബന്ധിച്ച് തുണി അഴിക്കാൻ ശ്രമിക്കുമ്പോൾ ബോധരഹിതരായി വീഴുന്നു. അതുവരെ അവിടെ നിന്ന് കല്ല് കൊണ്ടുപോയവരൊക്കെ നഗ്നരായി കല്ലെടുത്തു കൊണ്ടുപോയിട്ട് ഒരു പ്രശ്നവുമില്ല. പരിപൂർണ സംസ്കാര സമ്പന്നനായി സംശുദ്ധനായി മാത്രം കുട്ടിക്കാലത്തെ ജീവിക്കണമെന്ന് ലോകസട്ടാവ് ഉദ്ദേശിച്ചിട്ടുള്ള ഈ ചെറുപ്പക്കാരനായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ഔറത്തിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലം മുഴുക്കി ഔറത്തല്ലേ? സുബ്ഹാനല്ലാഹ്. എന്നാൽ അതാ ഒരൊറ്റ മനുഷ്യനും പുറത്ത് കാണാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സ്ഥലവും ഔറത്തിലില്ലേ? ഔറത്തിന്റെ ചെറിയ ഒരു ഭാഗം മാത്രം പുറത്താകാൻ ഉതകുന്ന വിധം തുണിയൽപ്പം നീക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ ബോധരഹിതനായി വീഴുന്നു. അവിടുത്തെ തുണി അഴിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ബുഖാരിയിലുള്ളതല്ലേ? 40 വയസ്സിന് മുമ്പല്ലേ? ഇന്നീല അരിഫു ഹജറൻ കാന യുസല്ലിമു ഖബ്ല അൻ നുബ്അസ. എന്നെ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് കല്ലിന്റെ സലാം ഞാൻ കേൾക്കുന്നു. എനിക്ക് അസാധാരണമായ കേൾവിയായിരുന്നു. കല്ല് സലാം പറയുകയാണ്, ഞാനത് കേൾക്കുകയാണ്. ഇന്നും എനിക്ക് കല്ലിനെ അറിയാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ? ഇങ്ങനെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലേക്ക് അങ്ങ് കടന്നാൽ 40 വയസ്സുവരെയുള്ള ജീവിതം പൂർണ്ണമായി അത്ഭുതങ്ങളല്ലേ? എത്ര അറബി പയ്യന്മാരുണ്ട് ഹിറേന്റെ മുകളിൽ പോയി കുത്തിരിഞ്ഞവർ 40 വയസ്സാകുമ്പോ ഒരൊറ്റ പയ്യനുമില്ല. അതേ സമയത്ത് അല്ലാഹുവിനെ ഇബാദത്തെടുക്കാൻ വേണ്ടി രാത്രി സമയത്ത് എത്രയോ കയറിപ്പോകേണ്ട മലയുടെ മേലെ ഗുഹയിൽ പോയിരുന്നിട്ട് യജമാനനായ റബ്ബിന് ഇബാദത്തെടുക്കുന്നു. എത്രയോ ദിവസങ്ങൾ. സാധാരണ അറബി പയ്യന്മാരങ്ങനെ. ആ ഗുഹയിൽ നിന്നല്ലേ അവിടുത്തേക്ക് വഹി വരുന്നത്. അപ്പൊ അവിടുത്തെ ജീവിതത്തിലെ ആദ്യത്തെ 40 വർഷമാണ് അവിടുത്തെ ജീവിതമാണ്. അവിടുന്ന് പ്രവാചകരാണെന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവായി പരിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ. പക്ഷേ ക്രിസ്ത്യാനികളുടെ ആശയത്തിലേക്ക് മുസ്ലിം സമുദായത്തെ തള്ളിവിടാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവരോട് സംവാദത്തിനു പോയിട്ട് ഹബീബായ നബിയെ ഇൻസൽട്ടാക്കി സംസാരിക്കുന്ന പുത്തൻവാദിയായ മുജാഹിദിന്റെ നേതാവ് മൗലവി. അവൻ എത്ര അസ്ഗറാണ്. ഒരിക്കലും അവൻ അക്ബർ എന്ന് പറയാൻ വകുപ്പില്ല. ലോകത്തവനേക്കാൾ നിന്ദ്യനില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്ദിക്കുന്നവനേക്കാൾ നിന്ദ്യൻ വേറെ ആരാണ്? ഇപ്പോൾ ഞാനിവിടെ പുറത്തിറക്കിയ സീഡിയിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരു മൗലവി പറഞ്ഞ വാക്ക് നാവ് കൊണ്ട് പറയാൻ കഴിയുന്നില്ല. വലിയ താടിയും വെച്ചിട്ട് മനുഷ്യന്മാരെ പേപ്പിക്കാൻ നടക്കുന്ന ഒരു മൗലവി, പെണ്ണുകെട്ടിയിട്ട് പൂതി മാറാത്തൊരു മൗലവി.
ചുങ്കത്തറക്കാരനാണ്. ആ മൗലവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ വാക്ക് ഞാൻ ആ സീഡിയിൽ കേൾപ്പിക്കുന്നുണ്ട്. എങ്ങനെയാ പറയാ നമ്മളെ നാവുകൊണ്ട്? സുബ്ഹാനല്ലാഹ്. എല്ലാ മൗലവിക്കും പറയാനുള്ളത് 40 വയസ്സുവരെ ഒരു ബഹുമാനമില്ലാതെ. ഖുർആൻ അല്ലാഹു തആല പറയുന്നത് 40 വയസ്സിന് ശേഷം അവിടുത്തേക്ക് കിട്ടിയിട്ടുള്ള വഹയ്യ് സത്യമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിച്ചോ, 40 കൊല്ലത്തെ ജീവിതമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഖുർആൻ പഠിക്കാതെ അറിയാതെ അള്ളാഹുവിന്റെ ദീൻ നശിപ്പിക്കുന്ന മുഴുവൻ പുത്തൻവാദികളുടെയും ശർറിൽ നിന്ന് അള്ളാഹു ഈ ദീൻ കാക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ കക്ഷികൾ ചെയ്യുന്നൊരു പണി എന്താണ്? ഇവർക്ക് ഹറാമാക്കലും ഹലാലാക്കലും, ഒറ്റവാക്കി പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, ഹറാമാക്കലും ഹലാലാക്കലും അവർക്ക് ഉദ്യോഗമായിട്ട് ശരിക്ക് പാതിരിമാരുടെ സ്വഭാവം. അവരെ വകയിൽ ഹറാമാക്കുക, അവരെ വകയിൽ ഹലാലാക്കുക. ഒരു ഉദാഹരണം കൊണ്ടു. ഖുത്ബ മലയാളത്തിൽ ഹലാൽ. തെളിവെന്താ? ഖുർആനിലെ വല്ല ആയത്തും തെളിവുണ്ടോ? ഖുർആനിൽ ഒറ്റ ആയത്തും തെളിവില്ല. വല്ല ഹദീസിലും തെളിവുണ്ടോ? ഒറ്റ ഹദീസിലും ഇല്ല. പിന്നെന്താ തെളിവ്? സഹാബത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതുമില്ല. എന്താ പിന്നെ തെളിവ്? തെളിവ് ഖൗലുൽ മൗലവി. ഞങ്ങളെ മൗലവി പറഞ്ഞിരിക്കുന്നു ഖുത്ബ മലയാളത്തിലാണ്. നിങ്ങൾ ചിന്തിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ബാത്തിലാക്കരുത്. ബാത്തിലാവും എപ്പോഴാ? ഫർളും ഷർത്തും ഇല്ലാതിരിക്കുമ്പോ. ഖുത്ബന്റെ ഷർത്ത്, ഒരുപാട് ഷർത്തുകൾ ഉണ്ട്. അത് ളുഹറിന്റെ സമയത്തായിരിക്കണം. 40 ആളുകൾ ഉണ്ടാകണം. അവർ നാട്ടുകാരാകണം, പുരുഷന്മാരാകണം. ഖുത്ബ ഓതുന്നവർക്ക് വുളു ഉണ്ടാകണം, ജനാബത്തിൽ ശുദ്ധിയാകണം, അത് ഒരു ഔറത്ത് മറച്ചിരിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര ഷർത്തുണ്ട് ഖുത്ബക്ക്. കേവലം ഒരു പ്രസംഗത്തിൽ അങ്ങനെ വല്ല ഷർത്തുണ്ടോ? ഒരു ഷർത്തുമില്ല. ഹാഫ് ട്രൗസർ ഇട്ടിട്ട് ഒരു വോളിബോൾ കളിക്കാരൻ അല്ലെ ഫുട്ബോൾ കളിക്കാരൻ പ്രസംഗിച്ച പ്രസംഗമാവില്ല, പക്ഷെ ഖുത്ബയാവില്ല. അങ്ങനെ ഓരോന്നും. എന്നാൽ നിങ്ങൾ ചിന്തിക്കണം, ഈ ഖുത്ബ മലയാളത്തിലാക്കി ബാത്തിലാക്കി, അത് ഹലാൽ. അതേ സമയത്ത് നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമ്മതം ചോദിച്ചു. ഉമ്മു ഹുമൈദിന് സാഇദി റളിയല്ലാഹു അൻഹാ പള്ളിയിൽ ജമാഅത്തിന് പോകാൻ വേണ്ടി സമ്മതം കൊടുത്തില്ല. വീട്ടിന്റെ ഉള്ളിലാണ് ഖൈറ് എന്ന് പറഞ്ഞു, സമ്മതം കൊടുത്തില്ല. ആ ഹദീസിന്റെ പരമ്പര സ്വീകാര്യോഗ്യമാണെന്ന് ഇബ്നു കസീർ പറയുന്നു. അതുപോലെ എത്രയോ പണ്ഡിതന്മാര് പറഞ്ഞു. പക്ഷേ സ്ത്രീകളെ രംഗത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ ജമാഅത്തിന് വരെ അവര് പോകണമെന്ന് ശഠിച്ചു. അല്ലാഹുവിന്റെ ദീനും അട്ടിമറിക്കുകയാണ് പൂർവകാലത്ത് യഹൂദി നസാറ പണ്ഡിതന്മാര് ചെയ്തതെങ്കിൽ അത് തന്നെയല്ലേ ഈ പുത്തൻവാദികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, അവിടുന്ന് പോയി ഹലാലിനെ ഹറാമാക്കുന്നു. ഇവിടെ ഉറൂസ് നടക്കുകയാണ്, ഭക്ഷണം വെച്ച് വിതരണം ചെയ്യുകയാണ്. ആ ഭക്ഷണം ഹറാമാണെന്ന് ഇവര് വാദിക്കുന്നു. ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം റബീഉൽ അവ്വൽ 12 നല്ല ഭക്ഷണം വെച്ച് വിതരണം ചെയ്യുകയാണ്. നല്ല ബിരിയാണി വെച്ച് കൊടുക്കുകയാണ്, കുട്ടികൾക്ക് ചീരണി കൊടുക്കുകയാണ്. അത് ഹറാമാണെന്നിവര് പ്രഖ്യാപിക്കുകയാണ്. തെളിവെന്താണ്? ഖുർആനിൽ തെളിവുണ്ടോ? ഹദീസിൽ തെളിവുണ്ടോ? സഹാബത്തിന്റെ വാക്കിലോ പ്രവൃത്തിയിലോ തെളിവുണ്ടോ? ഈ ഭക്ഷണം ഹറാമാണെന്നതിന് തെളിവുണ്ടോ? ഒരു തെളിവില്ല. എന്റെ നാട്ടിനടുത്ത് ഒരു മുസ്ലിയാരനോട്, ഉസ്താദേ, ഇവിടെ ഒരു വീട്ടിൽ താമസിക്കുന്നു, പുതിയ വീട്ടിൽ താമസിക്കുന്നു, എനിക്ക് ഗൃഹപ്രവേശനം എന്ന് പറയും. ഗൃഹപ്രവേശം ചില സ്ഥലത്ത് പൊരേ കൂടുക എന്ന് പറയും, ചില സ്ഥലത്ത് കുറ്റൂശ എന്ന് പറയും. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല.
കുടിയിരിക്കുക അതെ, കുടിയിരിക്കുക. ഏതും പറയാം, ഭാഷയ്ക്ക് വേണ്ടിയൊന്നും തർക്കിച്ച് നേരം പോക്കണ്ട മുത്തല്ലിമീങ്ങൾ. ചില കുട്ടികളുടെ മീസാൻ പാടാക്കാണ്ട് ഭാഷ പറഞ്ഞ് നേരം പോക്കും, ചിലർ ജില്ല പറഞ്ഞ് നേരം പോക്കും. മഹാപോയത്തക്കാർ ഈ ജില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ വരക്കുന്ന വരയാ. മലപ്പുറം ജില്ല എന്നൊരു സാധനം എന്റെ കുട്ടിക്കാലത്തില്ല. അത് പിന്നെ രാഷ്ട്രീയക്കാർ ഒരു വരയും കൂടി വരണം മലപ്പുറം ജില്ല ഉണ്ടായി. കാസർഗോഡ് ഇല്ല എന്നൊരു ജില്ല എന്റെ കുട്ടിക്കാലത്തില്ല. പിന്നീട് ഒരു വരയും കൂടി വരുമ്പോൾ കാസർഗോഡ് ജില്ല ഉണ്ടായി. രാഷ്ട്രീയക്കാർ വരക്കുന്ന വരയ്ക്ക് നമ്മൾ തർക്കിക്കാൻ പോകണം. അങ്ങനെയുണ്ട് ജില്ല തർക്കം, ഭാഷ തർക്കം, മഹാപോയത്തക്കാരെ ഏർപ്പാടാണ്. അതുപോലുണ്ട് ചിലർക്ക് ഓരോ തർക്കങ്ങൾ. എന്റെ ഉസ്താദ് വലിയ ആളാണ്, നിങ്ങളുടെ ഉസ്താദ് അത്രയില്ല, ഒക്കെ തോന്നിയാസ. എല്ലാ ആലിമീങ്ങളെയും ബഹുമാനിക്കണം, എല്ലാ തങ്ങന്മാരെയും ബഹുമാനിക്കണം. അതൊന്നും നമുക്ക് പരസ്പരം തക്കാസുറിന് വേണ്ടിയുള്ളതല്ല. അൽഹാക്കുമു തക്കാസുർ എന്ന സൂറത്ത് ഞാൻ 3 ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പൊങ്ങച്ചം പറയാനുള്ളതല്ല. അള്ളാഹു കബൂൽ ചെയ്താൽ ഏത് അമലിനും പ്രതിഫലം കിട്ടും. അള്ളാഹു എല്ലാ അമലുകളും കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു തർക്കങ്ങളും മുതഅല്ലിമീങ്ങളിൽ ഉണ്ടാകരുത് എന്ന് ഇടയ്ക്ക് ഞാൻ പറഞ്ഞു വന്നത് കുടിയിരിക്കലിന് പോട്ടെ എന്നാ ചോദിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ പുരേ കൂടലിന് പോട്ടെ എന്നാ ചോദിച്ചത്. ഞാൻ ചോദിച്ചാ പിന്നെ ക്ഷണിച്ചാ പോണ്ടേ? അല്ല, ഞാൻ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഇത് എന്തേ മൗലൂദ് ഓതാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടുന്ന് മൗലൂദ് ഓതാൻ പാടില്ല, ഭക്ഷണം കഴിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാ ചോദിച്ചതെന്ന്. ഞാൻ പറഞ്ഞ അവനങ്ങനെ വിടരുത്, പറഞ്ഞാളെ വിടരുത് എന്ന്. അയാളെ നന്നാക്കി എടുക്കാൻ കഴിയുമോ നോക്കണ്ടേ? അതല്ലേ ദൈവത്ത്. ഇപ്പൊ ഞാൻ കുറ്റിയാടി ചെല്ലുമ്പോ 11 മഹലിൽ ഒറ്റ പള്ളിയില്ല, മദ്രസയില്ല. സുബ്ഹാനല്ലാഹ്. ഓലശെറ്റ് കെട്ടിയിട്ട് തുടങ്ങി കിയൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്റെ കൂടെ തന്നെ ഓലശെറ്റിൽ ഒരുപാട് കിടന്ന ആളാണ്. ഓലശെറ്റ് കെട്ടി തുടങ്ങി. ഞങ്ങൾ ആദ്യം തന്നെ അവിടെ ചെന്നിട്ട് ആദ്യത്തെ പ്രസംഗത്തിന്, കുറ്റിയാടിയിലും പരിസരങ്ങളിലുമുള്ള ജനങ്ങളെ, നിങ്ങളിവിടെ 11 മഹലിൽ അറബിയിൽ ഹുത്ബ പോകുന്ന ഒരൊറ്റ പള്ളിയില്ല, ഒറ്റ മദ്രസയില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച വരെ മലയാള ഹുത്ബക്ക് പോയവരാ, അതുപോലെ തന്നെ ഉറൂസ് നടത്താത്തവരാ, മൗലിദ് ഓതാത്തവരാ. നിങ്ങൾക്ക് മഹാപോക്ക, ഇവിടെ ഒരൊറ്റ ഒന്നും ബൈക്ക് വരണ്ട, പോന്ന ബൈക്ക് പോയിക്കോളി. ഇങ്ങനെ പറഞ്ഞാൽ ഒരു മനുഷ്യനെ നന്നാക്കാൻ കഴിയുമോ? അതേ സമയത്ത് അവിടെ ദഅവത്ത് നടത്തുമ്പോ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ദഅവത്ത് നടത്തേണ്ടത്. അൽ ഹിക്മത്ത് കൊണ്ട് ദഅവത്ത് നടത്തണം. ശരിക്കും മനസ്സിലാക്കണേ. എന്റെ പ്രസംഗം പിടിക്കുന്നുണ്ട്, പിടിച്ചാൽ തീർത്തും പിടിച്ചിട്ട് എനിക്കും തരണം. കാരണം പകുതി മുറിക്കുന്ന കാലമാണ്, പകുതി മുറിച്ച് കിളിപ്പാക്കുന്ന കാലമാണ്. അതുകൊണ്ട് പ്രത്യേകം പറയാ, പിടിച്ചെടുക്കുക, പകുതി മുറിക്കുക, കിളിപ്പാക്കുക. ഇവിടുന്ന് തന്നെ പിടിക്കുന്നുണ്ടല്ലോ, ഞാൻ സാരമില്ല. ഇത് പറഞ്ഞു വന്നത് ദഅവത്ത് എന്ന് പറയുന്നത് അൽ ഹിക്മത്തോടുകൂടി നടത്തേണ്ട ഒരു സംഗതിയാണത്. എങ്ങനെയുണ്ടൊരു എതിരാളിയെ നന്നാക്കിയെടുക്കാൻ, എങ്ങനെയുണ്ടൊരു തെറ്റിദ്ധരിച്ചവന്റെ മനസ്സ് സംസ്കരിക്കാൻ, അങ്ങനെയാണ് ദഅവത്ത് നടത്തേണ്ടത്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ 13 കൊല്ലം മക്കാ ശരീഫിൽ ദഅവത്ത് നടത്തിയ മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങൾ കണ്ടില്ലേ? എത്ര സൗമ്യമായിട്ടാണ്, എത്ര വിഷമിച്ചിട്ടാണ്, എന്തെല്ലാം കേട്ടിട്ടാണ്, എത്ര ഏറുകൊണ്ടിട്ടാണ്, എത്ര വേദനിച്ചിട്ടാണ്, എത്ര നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടാണ്, എന്തെന്തെല്ലാം പ്രയാസങ്ങളാണ്. കൂട്ടത്തിലതാ അവിടുത്തെ സാധുക്കളായ ഉമ്മത്തുകളെ എത്രയാണ് കൊല്ലപ്പെട്ടത്. അതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെ, പകരം ഒരാളെ കൊല്ലാതെ, പകരം ഒരാളെ കല്ലെറിയാതെ, പകരം ഒരാളെ തെറി പറയാതെ 13 കൊല്ലം അൽ ഹിക്മത്തോടു കൂടി ആ ശത്രുക്കളെ നന്നാക്കിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ കഠിന ശത്രുക്കൾ പലരും ഇസ്ലാമിലേക്ക് വന്നില്ലേ? കൊല്ലാൻ വേണ്ടി വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ഏറ്റവും വലിയ സംരക്ഷകനായില്ലേ? അമ്പിയാക്കളുടെ ദഅവത്ത് എങ്ങനെ? ഇബ്രാഹിം നബി ഇസ്ലാം ദഅവത്ത് നടത്തുകയാണ്.
സൂര്യനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്, ചന്ദ്രൻ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരെ മുമ്പെന്ന് പറയാണ്, ഹാദാ റബ്ബി, ഈ ചന്ദ്രൻ എന്റെ റബ്ബാണ്. സുബ്ഹാനല്ലാഹ്, പകുതി മുറിച്ച് ക്ലിപ്പാക്കുന്നവർ അന്നില്ലാത്തതുകൊണ്ട് ഇബ്രാഹിം നബി രക്ഷപ്പെട്ടു. കാരണം ഹാദാ റബ്ബി എന്ന് മാത്രം പറഞ്ഞത് അപ്പുറത്തും ഇപ്പുറത്തും മുറിച്ചിട്ട് ക്ലിപ്പാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാണ്. ഫലമ്മ അഫല, ആ ചന്ദ്രനങ്ങ് അസ്തമിക്കുമ്പോൾ ഹാദാ റബ്ബി ഇത് മനസ്സിൽ ഉറപ്പിച്ചിട്ട് പറഞ്ഞതല്ല, ഈ എതിരാളിയെ വെട്ടിൽ വീഴ്ത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഈ എതിരാളിയെ വെട്ടിൽ വീഴ്ത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഒരു കടുത്ത എതിരാളി ഒരു ദിവസം എന്നോടൊരു സ്വകാര്യ സംഭാഷണത്തിന് വന്നു. ഞാൻ അവരെ നന്നാക്കാൻ വിളിച്ചതാ. ഇവൻ എന്നോട് തർക്കിച്ച് ചോദിക്കാണ്, മർക്കസിലുള്ള ഷഹർ മുബാറക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് നിങ്ങൾ പറയോ? എന്നോട് ചോദിക്കുക. എനിക്ക് ഇവനെ വെട്ടിൽ വീഴ്ത്തണം. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, അത് ഷഹർ മുബാറക്ക് റസൂൽ സല്ലല്ലാഹു തങ്ങളുടേതല്ല എന്ന് ഞാൻ പറയൂല. എന്തിനാ? ഇവൻ അതിന്റെ വലിയ വാദക്കാരനാണ്. അല്ല എന്ന് ഞാൻ പറയൂല. ഇനിയിപ്പോ അല്ല എന്നുള്ളത് അവൻ തെളിയിക്കണം. അല്ല എന്നാണ് അവന്റെ വാദം, അത് അവൻ തെളിയിക്കണം. ഖിയാമത്ത് നാൾ വരെ അവന് തെളിവുകൊണ്ടിരാൻ കഴിയില്ല. അതിന് അവനെ വെട്ടിൽ വീഴ്ത്താൻ പറഞ്ഞ വാക്കാ. പക്ഷെ ഇവനെന്ത് ചെയ്തു? ഇത് സ്വകാര്യത്തിൽ പിടിച്ചുകൊണ്ടുവന്നിട്ട് അപ്പുറവും ഇപ്പുറവും കട്ടാക്കിയിട്ട് ഓരോരുത്തർ കൊടുക്കാൻ വേണ്ടി കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നടത്തുന്ന സമയത്ത് ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാണ് എന്ന് പറഞ്ഞു. ഹാദാ റബ്ബി എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇതാ എതിരാളിയെ വെട്ടിൽ വീഴ്ത്താൻ പോവാണ്. ചന്ദ്രൻ അസ്തമിക്കുമ്പോ അതാ അസ്തമിച്ചുപോയി. അങ്ങനെ അസ്തമിക്കുന്ന സാധനം കാണാതായി. ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം അത് പകർച്ച വരുന്ന സാധനമാണ്, മാറ്റം വരുന്ന സാധനമാണ്. മാറ്റം വരുന്നവൻ റബ്ബാകാൻ പറ്റൂല. എതിരാളിയെ അവിടെ ബുദ്ധിപരമായി പരാജയപ്പെടുത്തി. പിന്നീട് സൂര്യനിലേക്ക് നോക്കി ഇത് റബ്ബാണെന്ന് പറഞ്ഞു. ആ സൂര്യനും അസ്തമിച്ചപ്പോൾ അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതും റബ്ബാകാൻ പറ്റില്ലെന്ന് സമർത്ഥിച്ചു. ഇങ്ങനെ അൽ ഹിക്മത്തോടുകൂടി ബുദ്ധിപരമായി ജനങ്ങളെ ദഅവത്ത് നടത്തണം. ആ നിലയ്ക്ക് ജനങ്ങളെ ദഅവത്ത് നടത്തി സത്യത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് ഒരു മുസ്ലിം പണ്ഡിതന്റെ കർത്തവ്യം. അമ്പിയാക്കൾ നിർവഹിച്ചത് അതാണ്. ആ അമ്പിയാക്കളുടെ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ അവർക്ക് അല്ലാഹുവിന്റെ സഹായമാണ്. പണ്ഡിതന്മാർക്കും അല്ലാഹുവിന്റെ സഹായമാണ്. ആ റബ്ബിന്റെ മേൽ തവക്കുലാക്കി ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. അല്ലാഹുവിന് ഈ ഭൂമിയിലും ആകാശത്തിലും സൈന്യങ്ങളുണ്ട്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി വകാന അല്ലാഹു അസീസൻ ഹകീമാ. ആകാശങ്ങളിലും ഭൂമികളിലും സൈന്യങ്ങളുണ്ട്. ഞാൻ മിഞ്ഞാന്ന് എറണാകുളത്ത് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ഞാൻ ആലുവ സുൽത്താൻ തരീഖത്തിനെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞു. എന്നെ സീഡി ഇറക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. എന്താ പറയാൻ കാരണം? സുൽത്താൻ തരീഖത്തുകാർ ഒരു പുതിയ പരിപാടി തുടങ്ങിയിരിക്കുന്നു. എന്താ? ഷഹർ മുബാറക്കിന് അനുകൂലമായിട്ട് പ്രസംഗം. അതെന്തിനാ? നമ്മളെ സുന്നീനെ തട്ടിയെടുക്കാനാ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എല്ലാ വ്യാജന്മാരുടെയും കുതന്ത്രങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് നോക്കിക്കാണാനുള്ള കഴിവ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് SYSന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് വ്യാജന്മാരുടെ കുതന്ത്രങ്ങളിൽപ്പെട്ടതാണ്. ഷഹർ മുബാറക്കിന് അനുകൂലമായി പ്രസംഗിച്ചാൽ നമ്മൾ ആളുകളൊക്കെ കേൾക്കാൻ പോകുമല്ലോ. എന്നിട്ടോ അവരുടെ തെറ്റായ ആശയം നമ്മളെ ഹൃദയത്തിൽ കുത്തിച്ചേർത്താലോ. അതുകൊണ്ട് ഞാൻ മിഞ്ഞാന്നെന്റെ പ്രസംഗം അതിന്റെ ഷെയ്ഖിന്റെ നാട്ടിൽ നിന്നായിരുന്നു. ഷെയ്ഖിന്റെ നാട്ടിൽ നിന്നാകുമ്പോൾ പിന്നെ നല്ല സുഖാണല്ലോ. കാരണം നാട്ടുകാർക്ക് അറിയാലോ അയാൾ അവസ്ഥ എന്താന്ന്. എന്റെ സ്റ്റേജ് മേലുണ്ട് അതിനൊരു രാജ്യമാണ്. ഞാൻ അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിങ്ങളുമായിട്ട് ബിസിനസ് നടത്തിയില്ല ഈ ഷെയ്ഖ്? നടത്തി.
എത്ര പ്രാവശ്യം വാക്ക് മാറിയിരുന്നു? ചുരുങ്ങിയത് 5 പ്രാവശ്യം വാക്ക് മാറിയതേ. ആര്? ഖുതുബുസ്സമാൻ മഞ്ചേരിയിൽ. ഞാനൊരു സമയം ഖുതുബുൽ അഖ്താബ് നാദാപുരത്ത്. എന്നാ എനിക്കും ഇറക്കി കൂടെ ഒരു പോസ്റ്റർ, പൈസ ഉണ്ടായ പോരെ. സുബ്ഹാനല്ലാഹ്. തട്ടിപ്പുകള്, വെട്ടിപ്പുകള്, വ്യാജമായ ആശയങ്ങൾ ചെലവഴിക്കണമെങ്കിൽ താജുല്ലുലമന്റെ ബഹുമാനം പറയാ, ഖമറുല്ലുലമന്റെ ബഹുമാനം പറയാ, സുബ്ഹാനല്ലാഹ് പൊന്മുളസ്തവന്റെ ബഹുമാനം പറയാ, അല്ലെങ്കിൽ ഖലീൽ തങ്ങളെ ബഹുമാനം പറയാ. ഇങ്ങനെയൊക്കെ പല തട്ടിപ്പുകളുണ്ട്. അതിൽപ്പെട്ട ഒരു തട്ടിപ്പാണ് അതാ ഷാർ മുബാറക്കിന്റെ ബഹുമാനം. വ്യാജത്തരീഖത്തുകാരൻ പറയാ, സുന്നികളെ പെട്ടുപോകണ്ട, അതൊക്കെ പിഴച്ച പ്രസ്ഥാനങ്ങളാണ്. അദ്ദേഹത്തിന്റെ കഥ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. എറണാകുളം ജില്ലാ SYSന്റെ നബിദിന റാലി കഴിഞ്ഞുള്ള ആ വലിയ സദസ്സിൽ വെച്ച് ഞാൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ചത് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈമാൻ കൊടുക്കാൻ അധികാരമുണ്ട് പോലാ ശൈഖിന്. ഈമാൻ കൊടുക്കാനുള്ള അധികാരമുണ്ട് പോൽ. തൗഹീദാണ് പോൽ. അങ്ങനെ ഒരു തൗഹീദ് ഞങ്ങൾ പഠിച്ചിട്ടില്ല, മുസ്ലിമീങ്ങൾ പഠിച്ചിട്ടില്ല. മുസ്ലിമീങ്ങൾ പഠിച്ച തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക്. അല്ലാഹുവിന് മാത്രമാണ് അധികാരം. അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചത്. അത് ഞങ്ങൾക്ക് അനുഭവങ്ങളാണ്. പക്ഷേ ശംസിയ തരീഖത്താകട്ടെ, ഈ പറഞ്ഞ തരീഖത്താകട്ടെ, അതുപോലെ വ്യാജമായ ഏത് ചരക്കുകളുണ്ടോ അവരെല്ലാം സുബ്ഹാനല്ലാഹ് സത്യത്തിന്റെ എതിരാളികളെല്ലാം അവരുടെ ഊക്കുകൊണ്ട്, അവരുടെ മുഷ്ടി കൊണ്ട് ജനങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കാറുള്ളത്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട. ഞാനിപ്പോഴും ഓർക്കുകയാണ്, പടച്ച റബ്ബിന്റെ സൈന്യം എന്ന് പറഞ്ഞപ്പോ ഓർമ്മ വന്നൊരു സംഭവം. ഒറ്റപ്പാലത്ത് വെച്ച് ഞാൻ പ്രസംഗിച്ചു. പ്രസംഗത്തിന്റെ ലാസ്റ്റ് ഒരു ചോദ്യം വന്നു. ശംസിയ തരീഖത്തിനെ സംബന്ധിച്ചാണ് ചോദ്യം. ഞാനതിന് വ്യക്തമായ മറുപടി പറഞ്ഞപ്പോ എന്റെ സ്റ്റേജ് വളഞ്ഞു. കുറെ ആളുകൾ സുബ്ഹാനല്ലാഹ് എന്നെ കടുത്ത തെറി പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഇവിടെ പ്രകാശനം ചെയ്ത CD ഉണ്ടല്ലോ, നാദാപുരത്തെ CD, അതിന്റെ തുടക്കത്തിലുണ്ടൊരു മുദ്രാവാക്യം. നിങ്ങളൊക്കെ കേൾക്കേണ്ട മുദ്രാവാക്യമാണ്. അതിൽ സുബ്ഹാനല്ലാഹ് എന്റെ എല്ല് ഊരുമെന്ന് പറയുന്നുണ്ട്, എന്റെ താടിയെ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതില് നമ്മളെ പ്രസ്ഥാനത്തിലുള്ള മുഴുവൻ ആളുകളെയും വിളിക്കുന്ന തെറി നിങ്ങൾക്കതിൽ കേൾക്കാം. അങ്ങനെയൊക്കെ പലതും കേട്ട് താഴ്പിച്ചവരാണ് നാം. പക്ഷേ തെറി പറയുന്നതിലപ്പുറം എന്റെ സ്റ്റേജ് വളഞ്ഞിട്ട് ആക്രമിക്കാൻ വന്നു. ഉണ്ടായ സംഭവം പറയുന്നു. എനിക്ക് അവിടുന്ന് മെല്ലെ ഇറങ്ങിപ്പോണം, എന്റെ കാറിന് കയറുള്ളൂ എന്നുള്ള പേടിയാ. കുറച്ച് ചെറുപ്പക്കാർ SSFന്റെ കുട്ടികൾ വന്ന് കൈ ഇങ്ങനെ വെച്ച് ഞാൻ അതിന്റെ ഉള്ളിൽ കൂടി ഇറങ്ങിപ്പോയി. അതിലിടക്ക് സ്റ്റേജും വന്ന് എന്റെ അടുത്ത് കുറെ കേട്ടിട്ടുണ്ട്. കുറെ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമിന്റെ ഒക്കെ ബുക്കും പ്രബോധനവും അൽമനാറും ഒക്കെ കൂടിയുള്ള കുറെ കേട്ടിട്ടുണ്ട്. ഈ കേട്ടൊക്കെ കൂടിയിട്ട് ഞാൻ ഒരാളെടുത്ത് കൊടുത്തു, സ്റ്റേജുമുള്ള ഒരാളുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി. ഞാൻ അവിടെ പോയി കാറിൽ ഇരുന്നിട്ട് നോക്കുമ്പോ ഈ കെട്ട് കൊണ്ടുവരുന്നില്ല, എന്റെ ഫയല് കൊണ്ടുവരുന്നില്ല. എത്ര നോക്കിയിട്ടും ഫയല് കാണുന്നില്ല, കൊണ്ടുപോയ ആളെയും കാണുന്നില്ല. എനിക്ക് എന്റെ വാച്ച് പോയാലും പ്രശ്നമില്ല, ഫയല് പോയി പോയാൻ പറ്റില്ല. ഫയല് കിട്ടണം. എന്നോട് വണ്ടി എടുക്കാൻ പറ്റില്ല, എനിക്ക് വണ്ടി എടുക്കാൻ പറ്റൂല, കാരണം എന്റെ ഫയൽ കിട്ടണം. അപ്പോഴുണ്ട് ഒരു മെലിഞ്ഞ മനുഷ്യൻ, ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, പിന്നെയും കണ്ടിട്ടില്ല, മെലിഞ്ഞൊരു മനുഷ്യൻ ഈ ഫയലും പിടിച്ചു വന്നിട്ട്, നിങ്ങൾ സേതാണ്, നിങ്ങൾ പിടിച്ചോ, നിങ്ങളോട് ആരും ഇതുകൊണ്ട് ഇട്ട് വരാൻ പറഞ്ഞ്, അവരോട് നിങ്ങൾ ഇതിനാ സംസാരിച്ച് എന്നും പറഞ്ഞിട്ട് ഇയാൾ ഇതിങ്ങ് തന്ന്. എനിക്ക് അയാളോട് വലിയ ബഹുമാനം തോന്നി. ഞാനത് വാങ്ങിയോട് വെച്ചു. എന്നോട് ഞാനും വരും നിങ്ങളെ കൂടെ ആയിരുന്നു. എനിക്ക് ഇയാളെ കയറ്റാതിരിക്കാനും ധൈര്യമില്ല, കയറ്റാനും ധൈര്യമില്ല. ഞാൻ ഏതായാലും കയറുന്നു. എനിക്ക് കയറ്റി, വണ്ടി കയറ്റി. ഒരു ടൊയോട്ടന്റെ ചെറിയ വണ്ടിയാണ്. അങ്ങനെ ഒറ്റപ്പാലത്ത് ടൗണിലെത്തിയപ്പോ സദസ്സ് പിരിഞ്ഞു പോയ ആളുകളൊക്കെ മടങ്ങി വന്നിരിക്കുന്നു. ഇത് കേട്ടിട്ട് കൂടി വന്ന് ഭക്ഷണം കഴിക്കണ്ടേന്നോ, നിസ്കരിക്കണ്ടേ? ഞാൻ നിസ്കരിക്കുന്നത് ഭക്ഷണമൊക്കെ ആദ്യത്തെ പരിപാടി മണ്ണാർക്കാട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒന്നും വേണ്ട, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു എന്നാ പിന്നെ ഞാൻ ഇറങ്ങാണ്, ഞാൻ ഇറങ്ങിക്കോട്ടെ വെച്ച്. ആയിക്കോട്ടെ തന്നെ. മൂപ്പര് ഇറങ്ങി. പിന്നെ ഇന്നേ വരെ മൂപ്പര് ആരും കണ്ടില്ല, അയാളും കണ്ടില്ല, നാട്ടുകാരും കണ്ടില്ല, ഞാനും കണ്ടില്ല, ഒരാളും കണ്ടില്ല. അള്ളാഹുവിന് ജുനൂദുണ്ട്, ആകാശഭൂമികളിൽ ജുനൂദുണ്ട്.
ആ ജുനൂദിന്റെ സഹായം സുന്നത്ത് ജമാഅത്ത് ഇഖ്ലാസോടുകൂടെ പ്രചരിപ്പിക്കാനൊരുങ്ങിയാൽ റബ്ബ് തരും സുഹൃത്തുക്കളെ. പക്ഷേ ഉദ്ദേശം ദഅവത്തായിരിക്കണം, റബ്ബിന്റെ പൊരുത്തമാകണം. മറ്റൊന്ന് നമ്മളെ ഖൽബിൽ വന്നാൽ പിന്നെ ദഅവത്ത് കൊണ്ട് കാര്യമില്ല. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ. ആ ആയത്തിന് എത്രയോ തഫ്സീറുകളുണ്ട്. ഞാനത് ആ സൂറത്ത് 2 ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിലൊരു തഫ്സീറാണല്ലോ നബിതങ്ങളുടെ പ്രശോഭിതമായ മുഖം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, അവിടുത്തെ ശഅർ മുബാറക് തന്നെയാണ് സത്യം. അതിന്റെ ഒരു തഫ്സീറാണ്. എന്നാൽ അതിന്റെ തഫ്സീറുകളിൽ മറ്റൊരു തഫ്സീറാണ് വദ്ദുഹാ. ഓ നബിയേ, അങ്ങയുടെ പരസ്യ ജീവിതത്തെ തന്നെയാണ് സത്യം. 40 കൊല്ലം പരസ്യമായി അവിടുന്ന് ജീവിച്ചില്ലേ? ആ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത പോലും ലോകത്താർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലല്ലോ. ആ ന്യൂനതയില്ലാത്ത അവിടുത്തെ പരസ്യ ജീവിതത്തെ തന്നെയാണ് സത്യം. വദ്ദുഹാ എന്നതിന്റെ ഒരു തഫ്സീറാണ് വല്ലൈലി ഇദാ സജാ. ഓ നബിയേ, മറ്റാരും കാണാതെ അങ്ങയുടെ ഹൃദയവും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം, അവിടുത്തെ ഇഖ്ലാസ് ഉണ്ടല്ലോ, അവിടുന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ അവിടുത്തെ രഹസ്യ ജീവിതമുണ്ടല്ലോ. ആ രഹസ്യ ജീവിതത്തെ തന്നെയാണ് സത്യം. അവിടുത്തെ പരസ്യവും രഹസ്യവും രണ്ടും അല്ലാഹു ജല്ല ജലാലുഹു എടുത്ത് സത്യം ചെയ്യുന്നു. 40 കൊല്ലത്തെ അവിടുത്തെ പരസ്യ ജീവിതം, അതിനുശേഷമുള്ള പരസ്യ ജീവിതം, അതുവരെയും അതിന്റെ ശേഷവുമുള്ള അവിടുത്തെ രഹസ്യ ജീവിതം, അത് രണ്ടും കൊണ്ട് അല്ലാഹ് സത്യം ചെയ്യുകയാണ്. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ. അതിന് വേറെയും തഫ്സീറുണ്ട് മുതഅല്ലിമീങ്ങളെ. വദ്ദുഹാ നബിതങ്ങളുടെ കുടുംബത്തെ തന്നെയാണ് സത്യം. അതിലുള്ള ആണുങ്ങളെ തന്നെ, തങ്ങന്മാരെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തിലുള്ള ബീവിമാരെ തന്നെയാണ് സത്യം. അങ്ങനെയും അതിന് തഫ്സീറുണ്ട്. ദുഹാ സമയമെന്ന് തഫ്സീറുണ്ട്, പകലെന്ന് തഫ്സീറുണ്ട്. അങ്ങനെ ഒരുപാട് തഫ്സീറുകൾ അതിനുണ്ട്. ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മദദി വഫൗഖ ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. ചൊല്ലിക്കര സ്വലാത്ത് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തട്ടെ. ഞാൻ പറഞ്ഞ വിഷയങ്ങൾ മറന്നുപോയെന്ന് എനിക്കറിയില്ല. മൗലൂദ് പാടില്ല, മൗലിദ് പാടില്ല, ബിരിയാണി ഇതൊന്ന് പൊയ്ക്കോളണം എന്ന് പറഞ്ഞ മനുഷ്യനെ വിടരുത്. അയാളെ നന്നാക്കിയെടുക്കാൻ കഴിയുമോ നോക്കണം എന്ന് ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞ മുസ്ലിയാരോ. അപ്പൊ അയാൾ ചോദിച്ചാൽ എങ്ങനെ നന്നാക്കല്? നമ്മൾ ബുദ്ധിപരമായ അദ്ദേഹത്തോട് സംസാരിക്കണം. അയാളോട് ചോദിക്കണം, എന്താ ഇപ്പൊ മൗലിദ് ഓതിയ കുഴപ്പം, മൗലിദിന്റെ ചോറിന് എന്താ കുഴപ്പം ചോദിക്കണം. അപ്പൊ ഇയാൾ പറഞ്ഞു, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നബി തങ്ങൾ ജനിച്ചതിൽ സന്തോഷിച്ചിട്ട് ഭക്ഷണം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി ജനിച്ചതിൽ സന്തോഷിച്ചിട്ട് ഭക്ഷണം കൊടുത്തുകൂടാ. അതുകൊണ്ട് നിങ്ങൾ മൗലിദ് ഓതിയിട്ട് ഭക്ഷണം വേണ്ട, എന്റെ വീട്ടിൽ താമസിക്കുന്ന വകയിൽ ഞാൻ ബിരിയാണി കൊടുക്കും, അതിന് നിങ്ങൾ പങ്കെടുക്കണം. ഞാൻ ഈ മുസ്ലിയാരോട് പറഞ്ഞു, നിങ്ങൾ അയാളോട് ജാഹിലായിരിക്കും, ആ ജാഹിലിനോട് ചോദിക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പുതിയ വീടുണ്ടാക്കിയിട്ട് കുടിയിരിക്കലിന് ബിരിയാണി കൊടുത്തതായി വല്ല ഹദീസിലുണ്ടോ? വീടുണ്ടാക്കി താമസിക്കുമ്പോ ഗൃഹപ്രവേശനത്തിന് ഭക്ഷണം കൊടുത്തതായി
വല്ല ഹദീസിലും ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ ഇയാള് പറഞ്ഞു അങ്ങനെ ഹദീസിലൊന്നുമില്ല. പിന്നെന്താ നിങ്ങൾ കൊടുക്കാൻ കാരണം? അത് എന്റെ ഒരു സന്തോഷത്തിന് കൊടുക്കാണ്. എന്താ സന്തോഷത്തിന് കാരണം? എന്റെ വീടുണ്ടാക്കി താമസിക്കുന്ന വകയിലുള്ള സന്തോഷത്തിന് കൊടുക്കാണ്. ഞങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വകയിൽ ഭക്ഷണം കൊടുക്കുന്നത് ദുഃഖിച്ചിട്ടാ? ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന് സന്തോഷിച്ച് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു. നീ നിന്റെ വീട് ഉദ്ഘാടനം ചെയ്യുന്നതിന് സന്തോഷിച്ചിട്ട് നീയും കൊടുക്കുന്നു. സന്തോഷിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നത് പറ്റൂന്നല്ലേ നീ പറഞ്ഞത്? അത് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുള്ള സന്തോഷം പറ്റൂലെന്നും വീടുണ്ടാക്കിയ വകയെ സന്തോഷം പറ്റൂന്നും സുന്നത്തി ഏത് ഖുർആനിലാ പറഞ്ഞത്, ഏത് ഹദീസിലാ പറഞ്ഞത്? ഒന്ന് ഹലാൽ ഒന്ന് ഹറാം. സുഹൃത്തുക്കളെ, ഇത് തന്നെയല്ലേ പരിശുദ്ധ ഖുർആൻ തോന്നിവാസം ഹറാമും ഹലാലും ഉണ്ടാക്കുന്നവരെ കുറിച്ച് നബിതങ്ങളെ കുറിച്ച് സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം സൂറത്ത് യൂനുസിൽ പറഞ്ഞില്ലേ? ഞാൻ ആ ആയത്തിന്റെ അർത്ഥം വളരെ ചുരുക്കി പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്നവർ അത് അച്ചടക്കത്തോടെ കയറി നിൽക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു സൂറത്ത് യൂനുസിൽ പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും, നിശ്ചയമായും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് മൗഇദത്തും മിർ റബ്ബികും, നിങ്ങളെ റബ്ബിൽ നിന്നുള്ള മഹത്തായ ഉപദേശം വന്നിട്ടുണ്ട്. വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ഹൃദയത്തിലുള്ള രോഗങ്ങൾക്ക് ശമനവും വന്നിട്ടുണ്ട്. ഹൃദയത്തിന്റെ രോഗങ്ങളാണ് ഏറ്റവും വലിയ കടുത്ത രോഗം. ശരീരത്തിന്റെ രോഗം പ്രശ്നമല്ല. കാരണം ശരീരത്തിന്റെ രോഗത്തിന്റെ പ്രശ്നം മരണത്തോടെ പരിഹാരമാണ്. ശരീരത്തിന്റെ രോഗം. ഈ കസേര ഒന്ന് നേരിട്ടാൽ നിങ്ങളൊക്കെ ഒന്ന് മേലോട്ട് മുമ്പോട്ടിരുന്നാൽ ഈ ചാനലിൽ പിടിക്കുമല്ലോ, അല്ല ഇതില് ക്യാമറയിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഈ സ്റ്റേജ് ഒന്നും നമ്മളെപ്പോഴും ഭംഗി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു തആല ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. ചിലര് കാന്തപുരസ്ഥാന് കാര്യമായിട്ടൊരു കുറ്റം, ഒരു മനുഷ്യൻ പ്രസംഗിക്കുന്ന ഞാൻ കേട്ട് നല്ല ഭംഗിയുള്ള മുണ്ടുകുപ്പായുണ്ട്. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നു. സുഹൃത്തുക്കളെ, എവിടെയും വേണം ഭംഗി. അതുകൊണ്ട് ആ കണ്ണാടി നോക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണാടി നോക്കാറുണ്ട്, മുടി ചീകാറുണ്ട്, നല്ല വസ്ത്രം ധരിക്കാറുണ്ട്, ജനങ്ങളുടെ ഇടയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് നല്ല വസ്ത്രം ധരിക്കാറുണ്ട്. അതൊക്കെ ഇസ്ലാമിന്റെ തത്വങ്ങളിൽപ്പെട്ടതാണ്. ഭംഗിയുണ്ടാകുക. മനുഷ്യന് ശരീരത്തിന് എന്ത് രോഗം വന്നാലും മരണത്തോടെ പരിഹാരമാണ്. മനസ്സിന്റെ രോഗത്തിന്റെ പ്രശ്നം മരണത്തോടെ തുടക്കമാണ്. ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. രോഗമുള്ള മനസ്സുമായിട്ടാണ് ഒരു മനുഷ്യൻ പോകുന്നതെങ്കിൽ അവന് പടച്ച റബ്ബിന്റെ അടുക്കൽ ഒന്നും ഉപകരിക്കൂല. കിബ്ർ, ഉജ്ബ്, റിയാ, ഹസദ്, അമൽ, ഇർസ്, ബിദ്അത്ത്, ശഹവത്ത്, ഗളബ് തുടങ്ങിയ മനസ്സിന്റെ രോഗങ്ങൾ അല്ലാഹുവേ ഉള്ളൂർ ഉസ്താദിന്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളെ മനസ്സ് നന്നാക്കണേ അല്ലാഹ്. ഒരൽപ്പവും അഹങ്കാരമില്ലാതെ എത്ര അത്ഭുതങ്ങൾ മഹാനവരുടെ ജീവിതത്തിൽ കണ്ടു, എത്ര ദുആക്ക് ഇജാബത്ത് കിട്ടി. എന്നാലും ഒരഹങ്കാരവുമില്ലാതെ എന്തൊരു താഴ്മയുള്ള ജീവിതമായിരുന്നു അവിടുത്തെ ജീവിതം. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുകയില്ല. ആലിമുൻ മുതഖശ്ശിഉൻ, നാദാപുരത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ സൂറത്തുൽ കഹ്ഫ് 7 ദിവസം പ്രസംഗിച്ചപ്പോൾ ഇബ്ലീസിന്റെ 15 ശത്രുക്കൾ ഞാൻ അതിൽ എണ്ണിയിട്ടുണ്ട്. ആ 15 ശത്രുക്കൾ ഒരു ശത്രുവാണ് ആലിമുൻ മുതഖശ്ശിഉൻ, ഭക്തിയുള്ള പണ്ഡിതൻ. ഭക്തിയുള്ള പണ്ഡിതൻ, ലോകമാന്യായ പണ്ഡിതനല്ല, ഭക്തിയുള്ള ഖുശൂഉള്ള പണ്ഡിതൻ, ആലിമുൻ മുതഖശ്ശിഉൻ. അതുപോലെ തന്നെ വതാജിറുൻ സദൂഖ്, സത്യവാനായ ബിസിനസ്സുകാരൻ. സത്യവാനായ ബിസിനസ്സുകാരൻ
അതേ ഇബ്ലീസിന്റെ ശത്രുവാണ്. ഇബ്ലീസ് ഒരു ദിവസം വന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ. എന്ത് ചോദിച്ചാലും മറുപടി പറയാന്ന്. അപ്പൊ ചോദിച്ചതാ, എത്ര ശത്രുക്കളുണ്ട് നിനക്ക് എന്ന് ചോദിച്ചു. എന്റെ ഉമ്മത്തിൽ എത്ര ശത്രുക്കളുണ്ട്? 15 ആളുണ്ട്. ആരാന്ന് ചോദിച്ചു. അന്താവലും ഒന്നാമത്തെ ആൾ നിങ്ങൾ തന്നെയാണ്. ഇബ്ലീസിന്റെ ഏറ്റവും വലിയ ശത്രു മുഹമ്മദ് റസൂലുള്ളാഹി. കാരണം എല്ലാരെയും സന്മാർഗത്തിലേക്ക് നയിക്കുമ്പോ അവന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് അറിയാണ്. രണ്ടാമത്തെ, ഇവൻ അധ്വാനിച്ച് പേപ്പിച്ചാലോ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ സലാത്തി ചൊല്ലിയിട്ട് പലരും നന്നാകുകയാണ്, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞിട്ട് നന്നാകുകയാണ്, റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് വെച്ചിട്ട് നന്നാകുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി കുറെ തെറ്റുകുറ്റങ്ങളൊക്കെ ആയിട്ട് സുന്നിയായിട്ട് മരിച്ചാലോ നബി സല്ലല്ലാഹുവിന്റെ ശഫാഅത്ത് കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോഴും അവന് നരകത്തിൽ മെമ്പർ കിട്ടുന്നില്ല. അപ്പൊ ഏറ്റവും വലിയ ശത്രു മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ അവിടുന്ന് പലരെയും പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആലിമുൻ മുതഖശ്ശിയുൻ, ഭക്തിയുള്ള പണ്ഡിതൻ. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് പണ്ഡിതനായിരുന്നു, വലിയ ഭക്തിയുള്ള ആളായിരുന്നു. നമ്മളെ കാഴ്ചയിൽ അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റൂ. നമ്മുടെ കാഴ്ചയിൽ അത്ര ഭക്തി പ്രകടിപ്പിച്ച വ്യക്തികൾ വളരെ കുറവാണ്. ഞാൻ അങ്ങനെ വളരെ ചുരുക്കം ആളുകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പുല്ലൂക്കര ഉസ്താദ് വല്ലാത്ത ഭക്തിയുള്ളൊരു പണ്ഡിതനായി ഞാൻ കണ്ടൊരു വ്യക്തിയാണ്. മഹാനായ മർഹൂം കണ്യത്ത് ഉസ്താദ് ഞാൻ വലിയ ഭക്തിയോടെ കണ്ട ഒരു മഹാനാണ്. അല്ലാഹു അവരൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കണ്യത്ത് ഉസ്താദിന്റെ അടുത്ത് പോന്ന് ഞങ്ങൾ SSFകാര് 10-20 കൊല്ലം മുമ്പാ കണ്യത്ത് ഉസ്താദിനെ കൊണ്ട് എന്തെങ്കിലും അവിടെ നിന്നൊക്കെ പറയിക്കുന്ന കാല. അപ്പൊ ബഷീർ മാസ്റ്റർ ഉണ്ട്, വാഴക്കാടുള്ള ബഷീർ മാഷ്. ഞങ്ങൾ രണ്ടാളും ഞങ്ങൾ ഒന്നായിട്ട് പോവാണ് കണ്യത്ത് ഉസ്താദിന്റെ വീട്ടിൽ. ബഷീർ മാഷ് പറഞ്ഞ് കണ്യത്ത് ഉസ്താദിനെ കൊണ്ട് പലതും പറയിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞമ്മക്ക് അവർ പറയുന്നൊക്കെ ഒന്ന് പിടിച്ചെടുക്കണോ. ഞാൻ പറഞ്ഞു, മൂപ്പരോട് പറഞ്ഞിട്ട് സമ്മതം എടുത്തിട്ട് വേണേ പിടിക്കാം. സമ്മതം എടുക്കാതെ പിടിച്ചെടുത്താൽ അത്ഭുതമാണ്. അതൊരു വലിയ ആലിമിനെ കാണാൻ പോവാണ് നമ്മള്. ആലിമീങ്ങളെ പൊരുത്തക്കേട് വാങ്ങിയാൽ നമ്മളെ ഹിദായത്ത് നിലക്കൂല. അതുകൊണ്ട് പിടിക്കാൻ നമ്മളില്ല, അതുകൊണ്ട് പിടിച്ചിട്ടില്ല, അന്നും പിടിച്ചിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്കും, ബഷീർ മാഷോട് പിടിച്ചിട്ടില്ല. കാരണം ഒരു ആലിമിന്റെ സംസാരങ്ങൾ അത് സ്വകാര്യമാകട്ടെ അല്ലാത്തതാകട്ടെ സമ്മതം ചോദിക്കാതെ പിടിക്കാൻ പാടില്ല. പിടിച്ചാൽ അദബുകേടാണ്. അദബുകേട് ചെയ്താൽ ആ അദബുകേട് ചെയ്തതിന്റെ കുരുത്തക്കേട് ഇങ്ങനെ കാണും, സ്വാഭാവികമാണ്. സുഹൃത്തുക്കളെ, ആ മഹാനായ കണ്യത്തുസ്താദിനെ സംബന്ധിച്ച് ഒരു കടുത്ത ആരോപണം ഈ അടുത്ത് പലരും എഴുതിവിട്ടുന്നതായി ഞാൻ കണ്ടു. എനിക്ക് വല്ലാത്ത സങ്കടമായി പോയി. സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധിക്കരിക്കുന്ന ആളാണ് കണ്യത്തുസ്താദ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില ആളുകൾ പറയുകയാണ്, കണ്യത്തുസ്താദ് മുഖം കെടുത്തട്ടെ എന്ന് ദ്വാരന്നിട്ടുണ്ട്. ഇന്നാലില്ലാഹ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്യത്തുസ്താദ് ധിക്കരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വിരോധിച്ച കാര്യമാണ് മുഖം കെടുത്തട്ടെ എന്ന് ദുആ ചെയ്യാൻ പാടില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് അദബുൽ മുഫ്രദ് എന്ന കിതാബ് നോക്കിയാൽ നിങ്ങൾക്കൊരു ബാബ് തന്നെ കാണാം. ബാബു ലാ തഖുൽ ഖബ്ബഹല്ലാഹു വജ്ഹ, മുഖം കെടുത്തട്ടെ എന്ന് പറയാൻ പാടില്ലെന്ന് പറയുന്ന അധ്യായം. എന്നിട്ട് ഇമാം ബുഖാരി സനദ് ഉദ്ധരിക്കുകയാണ്. ബറക്കത്തിന് സനദ് വേണമെന്നില്ല. അത് നമ്മളെ ഒരുപാട് പ്രസംഗങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ കൂട്ടിലങ്ങാടി പ്രസംഗിച്ചപ്പോഴും അതുപോലെ മറ്റ് പല പ്രസംഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് SOESന്റെ ആദർശ സമ്മേളനത്തിലും നമ്മൾ അതാ ഇബാറത്ത് തന്നെ വായിച്ചിട്ടുണ്ട്. താരീഖ് ബഗ്ദാദിന്റെ ഇബാറത്ത് വായിച്ചിട്ടുണ്ട്. ബറക്കത്തെടുക്കുന്നതിൽ ഒരു സനദിന്റെയും ആവശ്യമില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് സത്യസന്ധനല്ലാത്ത വ്യക്തി പറഞ്ഞാൽ പോലും നബി തങ്ങളുടേതാണെന്ന് കേട്ടാൽ അതുകൊണ്ട് ബറക്കത്തെടുക്കലാണ് സലഫു സ്വാലിഹീങ്ങളെ പതിവെന്ന് സൈഫൂരി പറഞ്ഞത്, താരീഖ് ബഗ്ദാദ് ഉദ്ധരിച്ചത് എടുത്ത് ഞാൻ കോഴിക്കോട്ട് വെച്ച് പ്രസംഗിച്ച CD ഉണ്ടല്ലോ, ഇപ്പോഴതിലേക്ക് കടക്കുന്നില്ല. പടച്ചവന്റെ പൊരുത്തം കരുതാതെ ജനങ്ങൾക്കിടയിൽ
പേരെടുക്കാൻ വേണ്ടി ധർമ്മം ചെയ്യുന്നവൻ, പേരെടുക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നവൻ, പേരെടുക്കാൻ വേണ്ടി രംഗത്ത് വരുന്നവൻ, ജനങ്ങൾക്കിടയിൽ സ്ഥാനമാനത്തിനു വേണ്ടി അധ്വാനിക്കുന്നവൻ, അവനും ഇബ്ലീസിന്റെ സ്നേഹിതനാണെന്ന് ഇബ്ലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. റൂഹുൽ ബയാൻ തഫ്സീറിൽ നമുക്കത് കാണാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അതാ മനുഷ്യന്റെ മനസ്സ്, അതിന് ശമനം നൽകുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ. മനസ്സിലുള്ള ദുഷിച്ച വികാരങ്ങൾക്ക് ശമനം നൽകുന്ന ഖുർആൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. സന്മാർഗത്തിലേക്ക് നയിക്കുന്ന കാരുണ്യമായ ഖുർആൻ മാത്രമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുകയാണ് അവിടുന്ന്. എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ അതാ സന്മാർഗം കൊടുക്കാനുള്ള അധികാരം അവിടുത്തേക്കില്ല. സന്മാർഗത്തിന് നിമിത്തമായി പ്രവർത്തിക്കാനുള്ള അധികാരമാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അവിടുന്ന് അനുഗ്രഹമാണ്, സന്മാർഗത്തിലേക്ക് നയിക്കുകയാണ്. ഈമാൻ കൊടുക്കാൻ അധികാരമുണ്ടെന്നാണ് അതാ ആലുവ സുൽത്താൻ പറഞ്ഞത്. അങ്ങനൊരു അധികാരം അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. ലഹുൽ മുൽക്ക്, അല്ലാഹ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. അതാണ് തൗഹീദ് കേട്ടോ. ഈമാൻ കൊടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിനില്ല. ഇനി സഹോദരന്മാരെ, അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല ഏറ്റവും വലിയ നന്മയുടെ നിമിത്തമായി സൃഷ്ടിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്നു, ഖുൽ പറയൂ നബിയേ, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. പടച്ച റബ്ബിന്റെ ഔദാര്യമായ ഖുർആൻ നിമിത്തമായി, വബിറഹ്മതിഹി, ആ നബി അല്ലാഹുവിന്റെ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിമിത്തമായി. ഫബിദാലിക ഫൽയഫ്റഹൂ, അതുകൊണ്ട് തന്നെ അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. കുറ്റ്യാടിയിൽ ഒരൊറ്റ മഹല്ലിലും നബിദിനമില്ലാത്ത ഒരു കാലം, മൗലിദില്ലാത്ത ഒരു കാലം. ഞങ്ങൾ 40 ദിവസത്തെ വഅദ് വെച്ചു. 5 പൈസ കിട്ടിയിട്ടുള്ള വഅദല്ല, ആ ഒരൊറ്റ സീഡിയും പുറത്തിറക്കാനുള്ള വഅദല്ല. 40 ദിവസത്തെ വഅദ് വെച്ചു. ഈ ചിയൂർ അബ്ദുറഹ്മാൻ സഖാഫി അതിന്റെ പ്രധാന സംഘാടകനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദിവസങ്ങളോളം വഅദ് പറഞ്ഞു. ആ വഅദിൽ ഞാൻ ഈ ആയത്തെടുത്ത് ഉദ്ധരിച്ചപ്പോ ഒരു മൗലവി വന്നിട്ട് ചോദിച്ചു, അവിടെ റഹ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം മുഹമ്മദ് നബിയാണെന്ന് വലത്തുന്നിടത്തോട്ടുള്ള ഏതെങ്കിലും ഒരു തഫ്സീറിൽ കാണിക്കാൻ കഴിയോ? ഞാൻ റൂഹുൽ മാനി തഫ്സീർ എടുത്തുകൊണ്ട് പോയി കാണിച്ചു കൊടുത്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളാണ് ഈ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞത് ഇബ്നു അബ്ബാസ് ആണ് റളിയല്ലാഹു അൻഹുമാ. വനഫഅന അല്ലാഹു ബിഉലൂമിഹി ഫിദ്ദാറൈൻ. എന്നാൽ അതല്ല രസം. അല്ലാഹ് പറയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിമിത്തമായി, ഖുർആൻ നിമിത്തമായി അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ. അതാണ് അവർ സംഘടിപ്പിക്കുന്നതിൽ ഏറ്റവും ഖൈറായത്. നാളെ ഷഹർ മുബാറക്ക് നിമിത്തം സന്തോഷം പ്രകടിപ്പിക്കാൻ മർക്കസിൽ വരാനാ കൂറ്റമ്പാറ പറഞ്ഞത്. സംഘടിപ്പിക്കുന്നതിൽ ഏറ്റവും ഖൈറായതാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയുന്ന സദസ്സ് സംഘടിപ്പിക്കുന്നതിൽ ഏറ്റവും ഖൈറായതാണിത്. ഇത് ഖുർആൻ പറഞ്ഞപ്പോൾ അല്ലാഹ് പറയാണ്, ഖൈറും മിമ്മാ യജ്മഊൻ. അപ്പൊ ശത്രുക്കൾ പറയാണ് അതിന്റെ ഭക്ഷണം, അതിന്റെ പരിപാടി, അതൊക്കെ ഹറാം ഹറാം. അടുത്ത ആയത്ത്, ഞാൻ ഈ അടുത്താണ് സൂറത്ത് യൂനുസ് ദേവാക്കുളയിൽ കുട്ടികൾക്ക് ഓതി കൊടുത്തു ഒരാഴ്ച മുമ്പ്. അപ്പൊ ഞാൻ കുട്ടികളോട് പറഞ്ഞു എഴുതിയെടുത്തോളി. അടുത്ത ആയത്ത്, ഖുൽ പറയൂ നബിയെ, അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖിൻ, നിങ്ങൾക്ക് അല്ലാഹു തആല സൃഷ്ടിച്ചു തന്ന ഭക്ഷണം, ഏത് ചീരണിയോ ബിരിയാണിയോ അല്ലാഹ് നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിട്ടുള്ള ഭക്ഷണം മേൽഭാഗത്ത് നിന്നിറക്കി എന്ന് പറഞ്ഞാൽ
അല്ലെങ്കിൽ അല്ലാഹു ഇറക്കി എന്ന് പറഞ്ഞാൽ അല്ലാഹ് സൃഷ്ടിച്ചു തന്നത് എന്നാണ് അതിന്റെ ഉദ്ദേശം. ജലാലൈനി നോക്കിക്കോ, ബിർറിസ്കിൻ വല്ല ഭക്ഷണവും അല്ലാഹ് നിങ്ങൾക്ക് തന്നെങ്കിൽ ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാലാ, ആ ഭക്ഷണത്തിൽ ചിലത് നിങ്ങൾ ഹറാമാക്കി, ചിലത് നിങ്ങൾ ഹലാലാക്കി. പുതിയ വീടുണ്ടാക്കി കുടിയിരിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഭക്ഷണം ഹലാല് മുജാഹിദിന്, സ്വന്തം മകന്റെ കല്യാണത്തിന് കൊടുക്കുന്ന ഭക്ഷണം ഹലാല്, മകളെ കല്യാണത്തിന് കൊടുക്കുന്ന ഭക്ഷണം ഹലാല്. കാരണം അത് മകൻ മുഖേനയുള്ള സന്തോഷം, മറ്റത് മകള് മുഖേനയുള്ള സന്തോഷം, ഇത് വീട് മുഖേനയുള്ള സന്തോഷം. അതേസമയത്ത് മുഅ്മിനീങ്ങൾ അവരെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയുള്ള സന്തോഷത്തിന് ബിരിയാണി കൊടുക്കുമ്പോൾ ഹറാമാണെന്നല്ലേ വിധിക്കുന്നത്? അല്ലാഹ് ചോദിക്കുന്ന അറഅയ്തും, നിങ്ങൾ എന്നോട് പറയൂ, മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖിൻ, അല്ലാഹ് നിങ്ങൾക്ക് തന്ന ഏതെങ്കിലും ഒരു ഭക്ഷണം ഫജഅൽതും മിൻഹു ഹറാമൻ വഹലാലാ, അതിൽ ചിലത് ഹറാമും ചിലത് ഹലാലും നിങ്ങളാക്കിയിട്ടുണ്ടല്ലോ. ഖുൽ, പറയൂ, ചോദിക്കൂ നബിയേ, അല്ലാഹു അതിനലക്കും, അല്ലാഹ് നിങ്ങൾക്കതിന് സമ്മതം തന്നതാണോ? നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ഹറാമും ഒന്ന് ഹലാലും എന്ന് പറയാൻ നിങ്ങൾക്ക് അല്ലാഹ് സമ്മതം തന്നതാണോ? അം അലല്ലാഹി തഫ്തറൂൻ, അല്ലെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മേൽ ശുദ്ധ കള്ളം വെച്ച് കെട്ടി പറഞ്ഞതാണോ? ചോദിക്കട്ടെ, എല്ലാ പുത്തൻവാദികളായ മൗലൈമാരും അല്ലാഹുവിനില്ല അസ്ഖലാനി, ഇമാം ജലാലുദ്ദീൻ സയൂത്തി, അതാ ഇമാം അബൂ ശാമ, ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ഇമാമിയങ്ങൾ. എന്തിനധികം പറയണം, ഒരൽപ്പം വിവരമുള്ള പണ്ഡിതനാണ് ഇബ്നു തൈമിയ്യ. പല വിഷയത്തിലും അദ്ദേഹത്തിന് അബദ്ധം പറ്റിയിട്ടുണ്ട്. അദ്ദേഹം മഖ്ബറയുടെ അടുക്കുന്ന ദുആ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റസൂലുള്ളാഹിക്കെതിരാണ് ആ ഫത്വ. അല്ലാഹുവിന്റെ റസൂല് ഖബറിലുള്ളവരെ വിളിക്കാനാ പറഞ്ഞത്. ഖബറിന്റെ സമീപത്ത് വെച്ച് യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, മരിച്ചവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ഖബറിങ്കൽ അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തതാണ് പല ഹദീസിലുമുള്ളത്. ഖബറിങ്കൽ ദുആ ചെയ്യരുതെന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിവരം മൂടി വെച്ചുകൊണ്ടുള്ള പറച്ചിലായി പോയി. അങ്ങനെ പല അബദ്ധങ്ങൾ അദ്ദേഹത്തിൽ വന്നിട്ടുണ്ടെങ്കിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അതേ തഅദീമു മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വത്തിഖാദുഹു മൗസിമൻ, ആഘോഷമായി കൊണ്ടാടുന്നതും ജന്മദിനം ആഘോഷിക്കുന്നതും ആദരിക്കുന്നതും അതെല്ലാം റസൂലുള്ളാഹിനെ സ്നേഹിച്ചതിന്റെ പേരിലായതിനാൽ ഫലഹു അജ്റുൻ അദീമുൻ ഇൻദല്ലാഹ്, പടച്ചവന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന സൽക്കർമ്മമാണത് എന്നല്ലേ ഇബ്നു തൈമിയ്യ ഖബറിങ്കൽ വെച്ച് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞ അതേ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ടാടുന്നത് പുണ്യകർമ്മമാണെന്നല്ലേ പറഞ്ഞത്? അല്ലാഹ് കൂലി പ്രതിഫലം കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് വിവരമില്ലാത്ത ഏതെങ്കിലും കക്ഷികൾ നബിതങ്ങളുടെ മൗലിദിനെതിരെയോ നബിദിനത്തിനെതിരെയോ പറയുമ്പോ അവർക്ക് നിങ്ങൾ ഈ ആയത്ത് ഓതിക്കൊടുക്കണേ. ഖുൽ അല്ലാഹു അതിനലക്കും, നിങ്ങൾക്കല്ല സമ്മതം തന്നതാണോ? തോന്നിവാസം മതത്തിൽ വിധിയുണ്ടാക്കാൻ അം അലല്ലാഹി തഫ്തറൂൻ, അല്ലെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ ശുദ്ധ കള്ളം കെട്ടിപ്പറയുകയാണോ? അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ സൂറത്ത് യൂനുസിൽ തന്നെ അല്ലാഹ് പറയുന്നു, ഫമൻ അളമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബിആയാതിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ മുജ്രിമൂൻ. പടച്ച റബ്ബിന്റെ പേരിൽ കള്ളം പറയുന്നവനും അതുപോലെ തന്നെ തെളിവുകൾ എത്ര കിട്ടിയാലും അംഗീകരിക്കാതെ അതാ മുഖം തിരിച്ച് നടക്കുന്നവനും അല്ലാഹുവിന്റെ തെളിവുകളെ കളവാക്കുന്നവനും അവനൊരിക്കലും വിജയിക്കൂല. അതിനേക്കാൾ വലിയ അക്രമി വേറെ ഇല്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ ഹഖ് ഹഖായി മനസ്സിലാക്കി അതിനുവേണ്ടി സജീവമായ പ്രവർത്തനം നടത്തണം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം അവൻ പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം. അല്ലാഹു നിർബന്ധമാക്കിയാൽ നോമ്പെടുക്കണം, സുന്നത്ത് നോമ്പെടുക്കണം, സുന്നത്ത് നിസ്കാരം നിർവഹിക്കണം, അതുപോലെ സക്കാത്ത് കൊടുക്കണം, ധർമ്മം ചെയ്യണം.
മുഅ്മിനുൻ കസീറുസ് സദഖ, ധാരാളം ധർമ്മം ചെയ്യുന്ന മുഅ്മിൻ അവൻ ഇബ്ലീസിന്റെ ശത്രുവാണെന്ന് ഇബ്ലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം ധർമ്മം ചെയ്യണം. നമ്മുടെ സ്ഥാപനങ്ങൾ, ഇവിടെ ഉസ്താദ് തന്നെ സ്ഥാപിച്ച സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ വികസിപ്പിക്കാനും അത് പുരോഗമിപ്പിക്കാനും നമ്മൾ ശ്രമിക്കണം. അതുപോലെ ജാമിയ മർകസ് സഖാഫത്ത് സുന്നിയ്യ മുതൽ ഈ മലപ്പുറം ജില്ലയിലെ മഅദിനുകളും മജ്മഅകളും മംബഅകളും അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥാപനങ്ങൾ ഈ മലപ്പുറം ജില്ലയിലുണ്ട്, വേറെ ജില്ലകളിൽ ഉണ്ട്, ലോകം എമ്പാടുമുണ്ട്. എല്ലാ സ്ഥാപനങ്ങളെയും സഹായിക്കണം, സഹകരിക്കണം, പ്രവർത്തിക്കണം. അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി നാം ചെയ്യുന്നതൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. കൊണ്ടൂർ ഉറൂസിന് വന്നിട്ട് ഇവിടെ സംഭാവന കൊടുത്താൽ, ഇവിടെ നേർച്ച കൊടുത്താൽ അതിനൊക്കെ അല്ലാഹു തആല ഫലം തരും. പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്, വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ ഫഇന്നല്ലാഹ യഅലമുഹു. നിങ്ങൾ ചെയ്യുന്ന നേർച്ചകളും നിങ്ങളുടെ സദഖകളൊക്കെ അല്ലാഹു അറിയും. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോ സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ച കൊണ്ടെത്തുന്നു. പലരും കുട്ടിയില്ലായിരുന്നു, കുട്ടിയുണ്ടായി എന്ന് പറഞ്ഞു. വേറെ ചില സംഖ്യക്ക് നേർച്ചയായി, നേർച്ചക്ക് ഫലം കിട്ടി എന്ന് പറഞ്ഞു. ചിലർക്ക് നേർച്ചക്ക് ഫലം കിട്ടണം എന്ന് പറഞ്ഞ് നേർച്ച തന്നവരും ഉണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഖൈറായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് നിന്റെ പൊരുത്തത്തിൽ മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ പിന്നിൽ അടിയുറച്ചു നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനെ. ഞങ്ങളുടെ ഖൽബുകൾ നീ നന്നാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഖൽബുകൾ നീ നന്നാക്കണം റഹ്മാനെ. റബ്ബേ, ഈ സദസ്സിൽ ഒരു മനുഷ്യനുണ്ട്, ശൈത്താന്റെ ശർറ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞൊരു മനുഷ്യനുണ്ട്. ആ ശർറ് അദ്ദേഹത്തിൽ നിന്നും ഞങ്ങളിൽ നിന്നും സർവ്വ ശർറുകളും നീ നീക്കം ചെയ്യണം റഹ്മാനെ. ആരേത് സിഹ്റിൽപ്പെട്ടവരുണ്ടോ, ഏത് ഐന് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ, ഏത് ഷർറുള്ളവരെ ഷർറ് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ, എല്ലാ ഷർറുകളും നീ തടുക്കണം റഹ്മാനെ. അവസാനം കാമിലായ ഈമാനോടെ മരിച്ച് സാലിഹീങ്ങളോട് കൂടെ സാധുക്കളായ ഞങ്ങളെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടിക്കീഴിൽ നീ സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇവിടെ ദുആ നടത്തും. അല്ലാഹു തആല ഈ സദസ്സിലുള്ള എല്ലാ ദുആകൾക്കും, നമ്മുടെ എല്ലാ ദുആകൾക്കും റബ്ബ് നമുക്ക് ഇജാബത്ത് നൽകട്ടെ. അല്ലാഹു ഇജാബത്ത് നൽകട്ടെ. മഹാനായ കുണ്ടൂർ ഉസ്താദിന്റെ അടുക്കൽ പലപ്പോഴും ഞാൻ വന്നിട്ടുണ്ട്, പല വിഷയത്തിനും ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വലിയ ഫലങ്ങൾ അല്ലാഹു തആല തന്നിട്ടുണ്ട്. മഹാനവറുകൾ പലപ്പോഴും എന്നെ വഅദിനു വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. വഅദിനു വേണ്ടി ക്ഷണിച്ച് എഴുതിയ ചില കത്തുകൾ ബൈത്തുകളാണ്. ഞാനത് ബറക്കത്തിന് വേണ്ടി സൂക്ഷിച്ചിട്ടുണ്ട്. മഹാനായ വടകര മുഹമ്മദ് ഹാജി തങ്ങളാണ് മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കാൻ എനിക്ക് പ്രചോദനം നൽകിയത്. ആ മഹാനായ വടകര മുഹമ്മദ് ഹാജി തങ്ങളോട് വലിയ ബഹുമാനമുള്ള വ്യക്തിയായിരുന്നു കുണ്ടൂർ ഉസ്താദ്. അതുകൊണ്ട് തന്നെ കുണ്ടൂർ ഉസ്താദുമായി വലിയ ബന്ധം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എനിക്കെന്റെ ജീവിതത്തിൽ അല്ലാഹു തന്നിരുന്നു. അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. വടകര മുഹമ്മദ് ഹാജി തങ്ങളുടെയും സിഎം വലിയുല്ലാഹി തങ്ങളുടെയും അതുപോലെ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അവറുകളുടെയും അങ്ങനെ നമ്മുടെ മുൻഗാമികളായ മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങളവറുകളും അതുപോലെ ഈ കെ ഹസൻ മുസ്ലിയാർ അവറുകളും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അവറുകളും ഒക്കെ SYSന്റെ മുൻകാല നേതാക്കന്മാരിൽപ്പെട്ടവരാണ്. അല്ലാഹുവേ, അവരുടെ ദറജ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, അവരെ പിന്തുടർന്ന് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഏൽപ്പിച്ചതനുസരിച്ച് SYSന് അന്ന് മുതൽക്ക് ഇന്നേ വരെ, ഇന്നത്തെ ഈ നിമിഷം വരെ നേതൃത്വം കൊടുക്കുന്ന അതിന്റെ ഒരുപാട് വർഷത്തെ ജനറൽ സെക്രട്ടറിയും പിന്നെ പ്രസിഡന്റും ഇന്നതിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന സുപ്രീം കൗൺസിൽ ചെയർമാനുമായ ശൈഖുന കാന്തപുരം ഉസ്താദിനും അതുപോലെ ഉസ്താദിന്റെ കൂടെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും എളിയ ഖാദിമീങ്ങളായ പ്രവർത്തകരായ ഞങ്ങൾക്കും നീ ദീർഘായുസ്സും
ആഫിയത്തും തരണേ അല്ലാഹ്. ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ അണികളെ കബളിപ്പിച്ച് പിഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏതെല്ലാം വ്യാജ ത്വരീഖത്തുകാരുണ്ടോ, ഏതെല്ലാം ശൈഖ് പട്ടം ചമയുന്നവരുണ്ടോ, ഏതെല്ലാം എന്തെല്ലാം തട്ടിപ്പുകളുമായി വരുന്നവരുണ്ടോ, അവരുടെ എല്ലാം ശർറിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മഹാനായ താജുൽ ഉലമക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ആ താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും കൻസുൽ ഉലമയുടെയും ഒതുക്കുങ്ങൽ സുലൈമാൻ ഉസ്താദിന്റെയും പൊന്മള ഉസ്താദിന്റെയും സയ്യിദ് അലി ബാഫഖി തങ്ങൾ മുതൽക്ക് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രായമുള്ളവരും അല്ലാത്തവരുമായ സയ്യിദന്മാര് സാദാത്തുക്കൾ അവർക്കെല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും അവരെ പിന്തുടർന്ന് ജീവിക്കുന്നവർക്കും സർവ്വ അക്രമികളിൽ നിന്നും സർവ്വ സാഹിര്യങ്ങളിൽ നിന്നും എല്ലാ ശർറുള്ളവരിൽ നിന്നും നീ കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നവരുണ്ട്, ഞങ്ങളെ കുറ്റം പറയുന്നവരുണ്ട്, തെറി പറയുന്നവരുണ്ട്. പടച്ച റബ്ബേ, നിന്റെ ഹബീബായ നബിയുടെ ഉമ്മത്തുകളിൽ തെറ്റിദ്ധരിച്ചവരുടെ തെറ്റിദ്ധാരണകൾ നീ തിരുത്തിക്കൊടുക്കണം റഹ്മാനേ. അവരെ മനസ്സും നന്നാക്കണേ റഹ്മാനേ. അതേസമയം പടച്ച റബ്ബേ, ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനും ഇതിന്റെ പ്രവർത്തകരെയും നേതാക്കളെയും അതാ ഒതുക്കാനും ഇറങ്ങിയിട്ട് നിന്റെ തീരുമാനത്തിൽ അവരെ നന്നാക്കാൻ തീരുമാനമില്ലെങ്കിൽ അവരെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങളും സംഘടനകളും പ്രവർത്തകരും നീ അവരെ കാക്കണേ അല്ലാഹ്. സർവസ്ഥലത്തും ഞങ്ങളെയും കാക്കണേ അല്ലാഹ്. നിന്റെ ദീനിന്റെ കാര്യം പറയുമ്പോ ഹക്കാണെന്ന് ബോധ്യപ്പെട്ടതേ ഇന്ന് വരെ പറഞ്ഞിട്ടുള്ളൂ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതേ വിമർശിച്ചിട്ടുള്ളൂ. അത് നിനക്കറിയുമല്ലോ, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അതേസമയം വ്യക്തി ജീവിതത്തിൽ ദൗർബല്യങ്ങൾ ഉണ്ടാകാം, ന്യൂനതകൾ ഉണ്ടാകാം, തെറ്റുകൾ വന്നിട്ടുണ്ടാകാം. ഞങ്ങൾ മഅസൂമീങ്ങളല്ല, മഹ്ഫൂദീങ്ങളല്ല. പക്ഷേ ഏത് തെറ്റും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന, അവിടുത്തെ പേരിൽ സലാത്ത് ചൊല്ലുന്ന, അവിടുത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന, അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളെ പ്രിയം വെക്കുന്ന, അവിടുന്ന് പഠിപ്പിച്ച പ്രസ്ഥാനമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന പാവപ്പെട്ട ഖാദിമീങ്ങളായ ഞങ്ങൾ ആലിമീങ്ങളല്ല, ഞങ്ങൾ മുതഅല്ലിമീങ്ങളാണ്. ഞങ്ങൾക്കെല്ലാം മാപ്പ് തരാൻ നിനക്ക് അധികാരമില്ല അല്ലാഹ്. ചെറുതോ വലുതോ രഹസ്യമോ പരസ്യമോ എന്ത് തെറ്റുകുറ്റം ഞങ്ങൾക്ക് വന്നിട്ടുണ്ടോ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന കൊണ്ടൂർ ഉസ്താദിന്റെ ഹളറത്തിൽ വന്ന് സർവ പ്രശ്നത്തിനും പരിഹാരം തരുന്ന നീയല്ലേ. بسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പ്രസവിക്കപ്പെടുന്ന ഉള്ള കുട്ടികൾ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പടച്ച റബ്ബേ ആക്സിഡന്റിൽ കിടക്കുന്നവർ, രോഗത്തിൽ ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ കടത്തിൽ കുടുങ്ങിപ്പോയവർ, എന്തെല്ലാം പ്രശ്നങ്ങൾക്കാണ് നേർച്ചകളും സദഖകളും പറഞ്ഞത്. റബ്ബേ, സർവ്വജനങ്ങളുടെയും സർവ്വ പ്രശ്നങ്ങളും, വിദേശത്തുള്ള പ്രശ്നങ്ങളും നാട്ടിലുള്ള പ്രശ്നങ്ങളും ശരീരത്തിന്റെ പ്രശ്നങ്ങളും ആത്മാക്കളുടെ പ്രശ്നങ്ങളും അതേ മനസ്സിന്റെ പ്രശ്നങ്ങളും അവയവങ്ങളുടെ പ്രശ്നങ്ങളും ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളും ഞങ്ങളുടെ സംഘടനകളുടെ എല്ലാ ശക്തിക്കും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിന്നിൽ അർപ്പിക്കുന്നു അല്ലാഹ്. നീ ഞങ്ങളെയും ഞങ്ങളെ നേതാക്കളെയും പ്രവർത്തകരെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ആവശ്യമുള്ളതൊക്കെ
തരണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സന്തോഷത്തോടെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുരങ്ങൾ പറയുന്നു. ഞങ്ങൾ അവിടുത്തെ കുറ്റം പറയുന്ന എല്ലാ പുത്തൻവാദിക്കെതിരെയും ഞങ്ങൾ ശബ്ദിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് വസിയ്യത്ത് ചെയ്തതാണ് സാധുക്കളെ സ്നേഹിക്കണം, അവരോട് അടുക്കളും. അതുകൊണ്ട് തന്നെ സാന്ത്വനത്തിന്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. റബ്ബേ, ആ ഹബീബായ നബിതങ്ങളെ കാണാൻ അവിടുത്തെ പൊന്നോമന മക്കളായ സയ്യിദന്മാരുടെ കൂടെ ഞങ്ങൾക്കും തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങൾ ആഖിറം രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ഈ സദസ് അവസാനത്തെ സദസ്സാക്കരുതേ അല്ലാ. ഈ മഹത്തായ ഉറൂസിനും പരിപാടിക്കും ആര് സഹായിച്ചോ പ്രവർത്തിച്ചോ, ആരെന്ത് നേർച്ചകൾ നൽകിയോ സദഖ നൽകിയോ, ഉസ്താദിന്റെ മക്കളടക്കം ഉസ്താദിനെ മഹബത്ത് വെച്ച എല്ലാവർക്കും ഞങ്ങൾക്കും എല്ലാ ഖൈറും ദുനിയാവിലും ആഖിറത്തിലും ഓസാരം തരണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. തങ്ങളവர்கள் ദുആ നടത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.